കുട്ടിഭൂതം കടുകട്ടിഭൂതം പെട്ടിക്കുള്ളിൽ പെട്ടാൽ ഇവനയ്യോ പാവം കൊട്ടഭൂതം പിടികിട്ടാഭൂതം കെട്ടിപ്പിടിക്കണ ഇവനോടൊത്തി കുട്ടിക്കാലം കിടകിടകാട് വിറപ്പിക്കും പടപട വീട് പൊടിപ്പിക്കും കിടകിടകാട് വിറപ്പിക്കും പടപട വീട് പൊടിപ്പിക്കും പട്ടാപ്പകലും എത്തിപ്പിക്കാൻ സൂത്രം കാട്ടും നെട്ടോട്ടം കൂട്ടും കുട്ടിഭൂതം കടുകട്ടിഭൂതം പെട്ടിക്കുള്ളിൽ പെട്ടാൽ ഇവനയ്യോ പാവം കൊട്ടഭൂതം പിടികിട്ടാഭൂതം കെട്ടിപ്പിടിക്കട്ട ഇവനോടൊത്തി കുട്ടിക്കാലം അട്ടിക്കല്ലിനുള്ളിൽ ഒളിച്ചൊരു കുട്ടപ്പായി തട്ടി തട്ടി മുറത്തിൽ കേറട അട്ടപ്പാടി അട്ടിക്കല്ലിനുള്ളിൽ ഒളിച്ചൊരു കുട്ടപ്പായി തട്ടി തട്ടി മുറത്തിൽ മാറം ചിന്തിക്കാതെ തെളിഞ്ഞു വരൂ. നീ തെളിയും. ഈ നിമിഷം മുതൽ നീ എന്റെ അടിമയാ. മറഞ്ഞിരിക്കാതെ തെളിഞ്ഞു വരൂ. 1000 ദേവന്മാരുടെ ശക്തി, പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ എന്റെ കൈക്കുള്ളിൽ. നീ എന്റെ അടുക്കൽ കീഴ്പ്പെട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ആപത്താവും നിനക്ക്. അതിന് നീ തയ്യാറായില്ലെങ്കിൽ നിന്നെ ദൈവത്തെ പോലെ ആരാധിക്കുന്ന സകല ജീവജാലങ്ങളെയും ഭസ്മമാക്കി കഴിഞ്ഞാൽ എന്റെ മുന്നിൽ വരുന്നതാ നിനക്ക് നല്ലത്. കഴിഞ്ഞ പടത്തിൽ സുമിയുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു, പ്രത്യേകിച്ചും ക്ലൈമാക്സ്. ക്യാമ്പസിലൊക്കെ സുമിയാണല്ലോ താരം. ദേവൻ ആ സിനിമ കണ്ടില്ല. സാറേ, അടുത്ത സീനിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടിയോ സാറേ? ഐഡിയ മനുഷ്യനോട് രണ്ടിന് പോകാൻ സ്ഥലം കാണാൻ തന്നെ ടെൻഷനില്ല. അതിന്റെ ഇടയ്ക്കാ തന്റെ ഒരു സീൻ. ഇവിടെ എവിടെയെങ്കിലും വിളിക്കിരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെന്ന് അന്വേഷിക്കണോ? സഹസംവിധാനം പറഞ്ഞു നടക്കുന്നത് പോടോ. ഓ, രാവിലെ കഴിച്ച മുട്ടയുടെ ആയിരിക്കും. ഞാൻ കുറച്ച് സെലക്ട് ചെയ്യുമോ? അല്ല, നിലനിൽപ്പില്ല. എന്താ തന്റെ അഭിപ്രായം? റോഡിൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ എടുത്തിട്ടുണ്ടോ? ഉണ്ട് സാർ. അടുത്ത സ്റ്റേഷനിൽ അറിയിക്കാതെ എങ്ങനെയാണോ പെർമിഷൻ കിട്ടുന്നത്? സാർ, ഞാൻ മാനേജർ. താൻ എന്ത് മാനേജറാണോ? സാർ, ശരിക്കും മാനേജർ അല്ല സാർ. അപ്പൊ താനാരാ? ഞാനിവിടെ ചായ എടുക്കാൻ നിന്ന പയ്യനാ സാർ. ഡയറക്ടർ സാർ പറഞ്ഞു മെമ്പർഷിപ്പ് ഇല്ലേ, അതുകൊണ്ട് മാനേജറായി നിൽക്കാൻ. ഓഹോ, ആരാടോ തന്റെ ഈ ഡയറക്ടർ? സാർ കേട്ടിട്ടില്ലേ? ജസ്പാൽ റാണ. ആരെ കാണുന്ന? ജസ്പാൽ റാണ. കേട്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ കേട്ടു. കേട്ടിട്ടൊരു ഷക്കീല പടത്തിന്റെ ഡയറക്ടറുടെ പേര് പോലെയുണ്ട്. വിളിക്കണേ. എന്താ സാർ ഷക്കീല എന്ന് പറഞ്ഞപ്പോ ഒരു പുച്ഛം? സാറിന് കാര്യം മനസ്സിലാക്കണം. ഒരു കാലഘട്ടത്തിൽ തകർന്നടിഞ്ഞ മലയാള സിനിമയെ താങ്ങി നിർത്തിയിരുന്നതേ ഈ ഷക്കീലയുടെ അഴിവുകളായിരുന്നു. എന്താ സാർ വേറെ പ്രശ്നം? പബ്ലിക് റോഡിൽ പെർമിഷൻ ഇല്ല, ഷൂട്ട് ചെയ്യാൻ പാടില്ല. ഓഹോ, റോഡാരുടെ തന്തയുടെ വകയൊന്നുമല്ലല്ലോ. പെർമിഷൻ ഇല്ലാതെ റോഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആരാണ് ഇവിടുത്തെ എസ് ഐ? പുതിയ ആളാ. അതാ കുഴപ്പം. താൻ ആ ഫോൺ നിർത്തി എസ് ഐ വിളിക്ക്, ഞാൻ സംസാരിക്കാം. ഇങ്ങാട്ടേട്. ബാലൻസ് കുറവാ സാർ. സാർ, ഞാൻ നാരായണനാണ്, ഹെഡ് കോൺസ്റ്റബിൾ. ലൊക്കേഷനുണ്ട് സാർ. ഡയറക്ടറിന് സാറിനോടോ സംസാരിക്കണമെന്ന്. പേരോ? ജസ്പാൽ റാണ. അങ്ങനെയാണ് പേര്. സാറിന് അറിയോ? ഞാൻ കൊടുക്കാം സാർ. ഹലോ, ഡയറക്ടർ ജസ്പാൽ റാണ സ്പീക്കിംഗ്. നമസ്കാരം സാർ.
അല്ല പെർമിഷൻ ഇല്ലാതെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഓ ഞാൻ നേരിട്ടൊന്ന് എഴുതി തരണോ? ഓ ഷുവർ, ഞാൻ വരാം, ഇപ്പൊ തന്നെ വരാം. ഓ താങ്ക് യു. അദ്ദേഹത്തിന് എന്നെ നല്ലതുപോലെ അറിയാം. ഞാൻ നിങ്ങളോടൊന്ന് വന്നാൽ മതി, ഞാനൊന്ന് എഴുതി കൊടുത്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ആയിക്കോട്ടെ. നമുക്കിപ്പോ തന്നെ പോയേക്കാം. വാ, വരൂ. സാർ 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 അവിടെയാണെങ്കിൽ ബാത്റൂമും ഉണ്ട്, രണ്ടും നടക്കും. ഓഹോ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. അതെ. കൊള്ളാം. കേറിയോ? അങ്ങോട്ട് കേറി കിടക്കൂ. ശരി, ഞാനൊരു സിനിമാ സംവിധായകനാണ്. ഓമനക്കുട്ടാ വണ്ടി ഇവിടെ. താനോ? താൻ ഇന്നലെ എന്റെ അടുത്ത് ചാൻസ് ചോദിച്ചു വന്നല്ലേ? എന്താ ഈ വേഷത്തില്? ഇവിടെ എന്താ പരിപാടി? എനിക്കിവിടെ ചെറിയൊരു റോളുണ്ട്. ഞാൻ ഈ സ്റ്റേഷനിലെ SI ആണ്. സാർ എഴുന്നേറ്റാട്ടെ, എഴുന്നേറ്റാട്ടെ, എഴുന്നേക്കണം. തന്റെ അടുത്ത് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഞാൻ ചാൻസ് ചോദിച്ചു വന്നപ്പോ താൻ എന്താ പറഞ്ഞത്? അനുഭവങ്ങൾ വേണോ? അനുഭവങ്ങൾ ഇല്ലാത്തവന് ഒരു സിനിമാ സംവിധായകൻ പോയിട്ട് ഒരു പ്രൊഡക്ഷൻ ബോയ് പോലും ആകാൻ പറ്റത്തില്ലെന്ന്. താൻ ചെയ്ത സിനിമകളൊക്കെ ഞാനും കണ്ടിട്ടുള്ളത്. ഓഹോ, ഏത് സിനിമയാണോ 2 ദിവസമെങ്കിലും ഓടിയിട്ടുള്ളത്? ഇല്ല. തനിക്ക് എന്ത് അനുഭവമാണോ ഉള്ളത്? ഒരനുഭവം ഇല്ല. ഞാൻ തനിക്ക് നല്ലൊരു അനുഭവം തരട്ടെ. തരൂ, പ്ലീസ് തരൂ. ഇത് തന്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരിക്കും, എന്റെയും. ഈ അനുഭവം ഞാൻ ഒരിക്കലും മറക്കില്ല. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നല്ലൊരു സിനിമ എടുക്കും. മൂത്രം ഇനി എന്തുവഴി ഒഴിക്കുവാവോ? അമ്മേ മഹാമായെ രക്ഷിക്കണേ. ദേവി മഹാമായെ രക്ഷിക്കണേ. അമ്മേ മഹാമായെ രക്ഷിക്കണേ. എന്റെ ദേവി! ഒരു സിനിമാ സംവിധായകനാകാൻ ആഗ്രഹിച്ച് ഒടുവിൽ ഒരു പോലീസുകാരനാകേണ്ടി വന്നവനാണ് ഞാൻ. ദേവി, പോലീസ് പണി നല്ലതല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കാക്കിക്കുള്ളിലെ കലാകാരനെ എന്നാണാവോ ജനം തിരിച്ചറിയുന്നത്? ഇന്നു മുതൽ ഞാൻ അനുഭവങ്ങൾ തേടി ഇറങ്ങുകയാണ്. നല്ല നല്ല പുതിയ പുതിയ അനുഭവങ്ങൾ എന്റെ കൺമുമ്പിൽ കാണിച്ചു തരണേ എന്റെ ദേവി. ഒരു സിനിമാ സംവിധായകനാകാനുള്ള അനുഭവങ്ങൾ തരണേ. 10 രൂപ കൊടുത്ത് വാങ്ങിയ തേങ്ങ ഞാൻ നിനക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. എല്ലാം മംഗളമാക്കി തരണേ എന്റെ ദേവി. ദേവിയെ വല്ലാണ്ടങ്ങ് ഡിസ്റ്റർബ് ചെയ്യണ്ട, പതുക്കെ വിളിച്ചാൽ കേക്കും. രക്ഷിക്കണേ. തേങ്ങ പൊട്ടിയില്ലല്ലോ. സോറി. ഏത് പോലീസുകാരനും ഒരബദ്ധം പറ്റും. താങ്ക് യു. എന്താ പേര്? സുധാകരൻ. സുധാകരൻ. ഓ, ഞാൻ ആകെ അങ്ങ് ഭയന്നു പോയി. സോറി കേട്ടോ, സോറി. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അടി കൊടുത്തുള്ള അനുഭവമേ ഇതുവരെ എനിക്കുള്ളൂ. ആദ്യമായിട്ടാണ് അടി കിട്ടിയ അനുഭവം. ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്നെ അടിയാ ദേവി അവൻ അടിച്ചത്. വല്ലാത്തൊരു അനുഭവമായി പോയി. ദേവി മഹാമായ. വണ്ടി നിർത്ത്. പണി പാളിന്നാ തോന്നുന്നു. അതെ, അനുഭവങ്ങൾ പാളിച്ചകൾ, അനുഭവങ്ങളെ നന്ദി, അനുഭവം ഗുരു. ഇതിന്റെയൊക്കെ ഒറിജിനൽ DVD എടുത്തേ. അല്ല സാറേ, പെട്ടെന്ന് പറഞ്ഞാൽ. പെട്ടെന്ന് വേണ്ട, ഞാൻ വെയിറ്റ് ചെയ്യാം. പിന്നെ എന്നെ കളിപ്പിച്ചാലുണ്ടല്ലോ, വ്യാജ CD വിറ്റതിന്റെ പേരിലല്ല, വ്യാജ CD വിൽക്കാത്തതിന്റെ പേരിൽ ഞാൻ നിന്നെ അറസ്റ്റ് ചെയ്യും. അതെന്തിനാ സാർ? പുതിയൊരു അനുഭവം ആയിക്കോട്ടെ. അത് കൊള്ളാം സാർ, അനുഭവ അരവിന്ദൻ തന്നെ.
അനുഭവങ്ങൾ പാളിച്ചുകൾ ഇതായിരിക്കുന്നു സർ. ഇതാ സാർ, എല്ലാം ഒറിജിനലാണ് സാർ. ഇത് വെച്ച് ഞാനൊരു കലക്ക് കലക്കും. പിന്നെ ഇതിന്റെ കാശ്, ഇത് വെച്ച് എനിക്ക് അനുഭവം ഉണ്ടായാൽ നിനക്ക് കാശ് കിട്ടും. പാളിച്ചകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിന്റെ ഷട്ടർ ഇടാൻ തയ്യാറായിക്കൊള്ളു. മലയാള സിനിമാ ലോകത്തിന് കാക്കിക്കുള്ളിൽ ഒരു സംവിധായകനെ കിട്ടാൻ ഇനി അധികം നാൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? കലാകാരന്മാരെ അങ്ങനെയാണ്. കമോൺ. നല്ല കണി. വെലിച്ച അവരെ കാണുന്നില്ലല്ലോ, ഇനി വരാതിരിക്കൂ. ഏയ് അവര് വരും. അല്ല, നമസ്കാരം. ഞങ്ങൾ വൈകില്ലോ അല്ലേ? അല്ല, ഇതാണ് പയ്യൻ, ഇത് പയ്യന്റെ അമ്മ. ഇരിക്കായിരുന്നു. വരൂ, അകത്തേക്ക് ഇരിക്കാം. അകത്തേക്ക് വാ. അച്ഛനും അമ്മയെ അല്ല, അല്ല. മതി മതി മതി. എന്നെ വിളിക്കാം. ശകലം വഴി കൊടുത്തരാ പാപ്പ. അതാ വരുന്നു. വരൂ. വരൂ. അല്ല, അല്ല, ഞാൻ സിംഗപ്പൂരിൽ ഇപ്പൊ ലാൻഡ് ചെയ്തോളൂ. അതെ, ഓക്കെ, പിന്നെ വിളിക്കും. ഇരിക്കൂ. ഹായ്. നമസ്കാരം. ഇത് കംപ്ലീറ്റ് മരമാണല്ലേ? ഇത് ഊട്ടിയാണോ? ഈട്ടിയാണോന്ന്? സിംഗപ്പൂർ ഈട്ടിക്ക് ഊട്ടി എന്നാ പറയുന്നത്. ഊട്ടി ഊട്ടി. എക്സ്ക്യൂസ് മീ, ഇത് താങ്കളുടെ മൂത്ത മകളായിരിക്കും അല്ലേ? അല്ല, എന്റെ ഭാര്യ. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ ഊഹിച്ചു. കണ്ട പ്രായം തോന്നില്ല. ഇല്ല 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 ഇല്ല. അല്ല, അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. മോളോട് കാപ്പി കൊണ്ട് വരാൻ ആ, മോളെ വിളിക്കേ. അല്ല, ഇവിടെ അപ്സ്റ്റർ മുകളിലാണോ? അതെ, സിംഗപ്പൂരൊക്കെ അപ്സ്റ്റേർ മുകളിലേക്കാ. അതുകൊണ്ടാ എല്ലാം സിംഗപ്പൂരാ. ഇരിക്കുന്ന ഒക്കെ അല്ല, അല്ല, ആ മറ്റേ ഫോണിലോട്ട് വിളിക്ക. അല്ല, ആ അല്ല, ആ ആ അല്ല, കൊളവാക്കല്ലേ? ആക്കൂല, ആക്കുന്നില്ല. ആ ശരി, പിന്നെ വിളി. ആ അപ്പൊ ആശ്ര ഇല്ലേ? അവിടെ ചോദിക്കേ. അവിടെ ചോദിച്ചല്ലേ? എന്താ പേര്? ശ്രീലക്ഷ്മി. നല്ല പേര്, പക്ഷെ സ്പ്രേ ഒഴിവാക്കാമായിരുന്നു. നല്ല കുഴപ്പമില്ല. ശ്രീ ശ്രീ ശശിശങ്കർ എന്ന് പറയും പോലെ ശ്രീ ശ്രീ ലക്ഷ്മി. നല്ല പേരല്ലേ? ഏതുവരെ പഠിച്ചു? BBA. ഓ, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ആപ്പിൾ. Yeah. The soft things are beautiful, sorrows and the dear, and I don't understand your language. The department is the government security connection. I don't like it. സിംഗപ്പൂർ ഇംഗ്ലീഷ് വെള്ളം മുളച്ചോട്ടല്ലേ അറിയാം. പിന്നെ പിള്ളേരല്ലേ, എന്തായാലും മാറി എന്ന് സംസാരിക്കാണ്ട് സംസാരിക്കും. അതെ അതെ, ഇനി നമ്മുടെ മുന്നിൽ വെച്ച് ചോദിക്കാൻ മടിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്കപ്പോ ജീവിതത്തിന്റെ ഉയർന്ന മേഖലയിലേക്ക് പോലെ അതുങ്ങൾ രണ്ടുപേരും ഒന്ന് പൊക്കോട്ടെ, ഒന്ന് സൈഡ് കൊടുത്തേ. എവിടുന്ന് നമുക്ക് അങ്ങോട്ട് കാറ്റാണ് കുട്ടി. കണ്ടോ? ഹായ്, പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇരിക്കൂ. യെസ്, എനിക്ക് ഇഷ്ടായി. ഐ ലൈക്ക് യു. യു ലൈക്ക് മീ? സ്റ്റോപ്പ്. എനിക്ക് മനസ്സിലായി, ഇത് വളരെ ഇഷ്ടമാണെന്ന് മനസ്സിലായി. ഐ ലൈക്ക് യുവർ സ്മൈൽ, ബട്ട് ഐ ഡോണ്ട് ലൈക്ക് യുവർ സ്മൈൽ. ഓക്കേ? അല്ല, ഇങ്ങനെ നിന്നാൽ അങ്ങനെ ഇവിടെ വന്നിരി. അല്ല, ഇവിടെ വന്നിരിക്കേ. ഒന്ന് കാലു മാറ്റിയാൽ. സിംഗപ്പൂർ. അതെ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിനെയും കൂട്ടി ചെറുക്കൻ സിംഗപ്പൂർ. ഞാൻ സിംഗപ്പൂർ വെച്ചെടുത്ത ഫോട്ടോ. തീർന്നോ? സമയം കളയാൻ അടിച്ചു മാറ്റണം. ഏയ് കുട്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഞാൻ കുട്ടിക്ക് തരാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. Look here, not only Indian, from Forgin. നോക്കൂ, when I'm in Singapore, സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഗിഫ്റ്റ് കുട്ടിക്ക് മാത്രമുള്ളതാണ്. I will take. Okay? മുല്ലപ്പൂവിന്റെ മണമുള്ള ഈ കർച്ചീഫ് എന്റെ പ്രാണ സഖിക്ക് വേണ്ടി ഞാൻ വളരെ കാലം കാത്തു സൂക്ഷിച്ചതാണ്. നിനക്ക് വേണ്ടി മാത്രം. ഒന്ന് സ്മെല്ലു, ഇതൊന്ന് സ്മെല്ലു. സ്മെല്ലു അങ്ങനെ സ്മെല്ലു. മോളെ
ശ്രീലക്ഷ്മി മോളെ ഇവളെന്താ എങ്ങനെ കിടന്നുറങ്ങുന്നേ? ഇതായിരിക്കും ചേടാ ഇവിടെ നോക്കാം. ഇത് കണ്ടോ നോക്കേ. ആ ഓരോന്നോരോന്നായിട്ട് ഊരട്ടെ. ഇതിവിടെ വെറുതെ ഇരിക്കണം. പിടിച്ചേ മോതിരം ഊരാൻ എനിക്കറിയാം. മോതിരം ഊരാൻ എനിക്കറിയാം. ഇങ്ങോട്ട് മാറിക്കേ. എടാ കളിക്കണ്ട, മോതിരം ഊരാൻ എനിക്കറിയാന്നേ. മോതിരം നിങ്ങൾ ഒഴിക്കും, ഞാൻ പോരാ. ഇതെന്താണ് തിരിച്ചിട്ട് വരാത്ത വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്? പേന വാ. കഴിഞ്ഞില്ലേ? താഴെ കളഞ്ഞു. എന്താ ഈ ഫോട്ടോ കൊണ്ട് കിടക്കുന്നത്? ഇത് ഫോട്ടോ എന്തിന്? എന്റെ വീടിന്റെ ഉമ്മറത്ത് കൊണ്ട് എന്റെ അച്ഛന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് തൂക്കാം. അപ്പനായി. ഞാൻ അപ്പൂപ്പനായി. ഇതുവരെ ഊരാൻ പറ്റിയില്ല. അത് കിട്ടിയില്ലേ? അതെ, ഇതിൽ ജലദോഷമാവും. എന്നെടുക്കണ പകരും. ഇങ്ങോട്ട് വാ. അനുഭവങ്ങൾ തുടങ്ങാൻ പറ്റിയ സ്ഥലം. വണ്ടി നിർത്ത്. എപ്പോഴും അനുഭവങ്ങളെ തേടി നമ്മൾ അങ്ങോട്ട് പോകണം. അതെ, ഓഫീസ് ടൈം കഴിഞ്ഞാൽ പിന്നെ 10 പൈസ കിട്ടത്തില്ല. അത് മനസ്സിൽ വേണം. ഇന്ന് 1-ാം തീയതി ശമ്പളം കിട്ടുന്ന ദിവസം കാലിയാക്കണം. ആ വാനിറ്റി ബാഗ് പിടിച്ചോണ്ടിരിക്കുന്ന പെണ്ണുമ്പിള്ളയില്ലേ, അവളുടെ ബാഗിൽ എന്തേലും തടയും. ഞങ്ങൾ നിന്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് നിനക്ക് പൂരി തണ്ടല്ല പണിയെന്ന്. എന്നാ പിന്നെ നീ 2 ദിവസം ഞങ്ങളുടെ കൂടെ കറങ്ങടി. എന്താ പറഞ്ഞേ? അടങ്ങടി. ഒരാവശ്യം വന്നപ്പോ നിനക്ക് പണം തന്ന് സഹായിച്ചത് ഞങ്ങളുടെ ബോസാ. എന്നിട്ട് ഇപ്പൊ പലിശയില്ല, മുതലുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങൂല. അതും പോരാ നിനക്ക് തല്ലണം അല്ലടി. ഹലോ, കുറെ നേരമായല്ലോ പ്രസംഗം തുടങ്ങിയിട്ട്. ഈ പരാക്രമം പെണ്ണുങ്ങളോടല്ല വേണ്ടത് കേട്ടോ. നീ ആരാടാ? നിന്റെ അമ്മയും പെങ്ങന്മാരും ഒന്നും അല്ലല്ലോ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് അമ്മയും പെങ്ങന്മാരെയും ഒന്നും നോട്ടമില്ല. ആരാണെങ്കിലും ഞാൻ കേറി ഇടപെടും. അതിന് കാരണമുണ്ട്. അത് പോകെ ഞാൻ മനസ്സിലാക്കി തരാം. അതെ അക്ബറെ, കാര്യമായിട്ട് എന്തെങ്കിലും തടയുന്നുള്ള കാര്യം ഉറപ്പായി. ഉറപ്പിക്കാൻ വരട്ടെ. എന്താ? എല്ലാം കർത്താവിന്റെ അനുഗ്രഹം. അത് ഞാൻ കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കി. ഇങ്ങോട്ട് മാറി നിക്കടാ ഹിമാറെ. കൊച്ചു പെങ്കൊച്ചിന്റെ കൈ പിടിച്ചോണ്ടാണ് എന്റെ കളി. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. കർത്താവിനെ വിചാരിച്ച് ഒരു ഉപദ്രവം ഉണ്ടാക്കരുത്. എന്താ നാട്ടുകാരൊക്കെ ഇങ്ങനെ കുന്തം പിടിഞ്ഞ് നിക്കണേ? പട്ടാ പകലൊരു പെൺകുട്ടിയുടെ ദേഹത്ത് കയറി പിടിച്ച ഇമാരെ അങ്ങോട്ട് വെറുതെ വിടാൻ പറ്റില്ല. അടിച്ച് നിരത്തുക തന്നെ. അയ്യോ വേണ്ട. കള്ളന്മാരാ. നേരത്തെ എനിക്കറിയാവുന്ന എനിക്കറിയാവുന്നതാടാ.
ഞാനിവിടെ ഒരു ക്രിക്കറ്റ് കളി മത്സരം നടത്താൻ പോവുകയാണ്. പേര് വിളിക്കുമ്പോ ഓരോരുത്തർ വന്ന് ബോൾ ചെയ്യണം. ഞാനാണ് ബാറ്റ്സ്മാൻ. അതിനിപ്പോ ബോളോ? സങ്കല്പം. ഇത് ബാറ്റ്. ഓക്കെ, അമർ ആക്ഷൻ. അമർ ക്ലീൻ ബൗൾഡ്. ബോഡി അങ്ങോട്ട് ബാറ്റ് ചെയ്തു. ഇത് കളിക്കാനല്ലടാ, ഇടിക്കാനാണ്. കളി പറഞ്ഞു കൊടുക്കരുത്. ഇങ്ങോട്ട് മാറിയില്ലേ? അക്ബർ ആക്ഷൻ. പൊന്നു സാറെ ബാറ്റ് വെച്ച് കുത്തരുത്. അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 3 മാസം പോലും ആയില്ല. എന്നാ ബാറ്റ് വെച്ച് തന്നെ വയറ്റി കുത്തും. എന്നാലേ എക്സ്പ്രഷൻ വരുത്തുള്ളൂ. ഒന്നുള്ളൂ. ആന്റണി ആക്ഷൻ. എക്സ്പ്രഷൻ വരട്ടെ. കൊല്ലോളാ. തുടക്കം ഗംഭീരമാക്കാൻ സഹായിച്ചതിൽ താങ്ക്സ്. കമോൺ. ഒരു സിനിമാ സംവിധായകനാകാൻ ആഗ്രഹിച്ച് ഒടുവിൽ ഒരു പോലീസുകാരനാകേണ്ടി വന്നവനാ ഞാൻ. സംവിധാനം പഠിക്കാൻ വേണ്ടി ഞാനൊരു സംവിധായകന്റെ അടുത്ത് ചെന്നപ്പോ അയാൾ പറഞ്ഞ എന്താണെന്ന് അറിയാവോ? അനുഭവങ്ങൾ ഇല്ലാത്തവൻ ഒരു സംവിധായകൻ പോയിട്ട് ഒരു ലൈറ്റ് ബോയ് പോലും ആവില്ലെന്ന്. അന്ന് ഞാൻ തീരുമാനിച്ചു അനുഭവങ്ങളുടെ പുറകെ പോകാൻ. അതിനുവേണ്ടി പല രൂപത്തിലും ഭാവത്തിലും പലരെയും ഞാൻ പിടിച്ചു, ഇടിച്ചു. എന്നിട്ടും ഒരു കഥയ്ക്കുള്ള സ്പാർക്ക് എനിക്ക് കിട്ടിയില്ല. പക്ഷേ നിങ്ങളെ പിടിച്ചപ്പോൾ, ഇടിച്ചപ്പോൾ എനിക്കൊരു സ്പാർക്ക് കിട്ടി. സിനിമയിലെ ആദ്യത്തെ സീനും കിട്ടി. ഭീകരന്മാരായ 3 കള്ളന്മാർ പോലീസ് വലയിൽ. അമർ, അക്ബർ, ആന്റണി. അതുകൊണ്ട് നിങ്ങളെ ഞാനിപ്പോ വെറുതെ വിടുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്റെ മുന്നിൽ തന്നെ വന്ന് പെട്ടോണം. എന്നാലേ എനിക്ക് എന്റെ കഥ പൂർത്തിയാക്കാൻ പറ്റൂ. മനസ്സിലായോടാ? സാറേ, സാറിന്റെ ഇടി കിട്ടിയപ്പോ ഞങ്ങൾ മോഷണം നിർത്താൻ തീരുമാനിച്ചാ. പക്ഷെ സാറ് ഞങ്ങളെ പെരുങ്കള്ളന്മാരാക്കി അടങ്ങുന്നു വെച്ചാൽ എന്താ ചെയ്യുക? ഡേയ്, കൂടുതൽ വർത്താനൊന്നും വേണ്ട. ഇല്ലെങ്കിൽ രണ്ടാമത്തെ സീന്റെ സ്പാർക്ക് നിങ്ങളുടെയൊക്കെ മുതുകത്തുനിന്ന് ഞാൻ ചൊരണ്ടിയെടുക്കും. മനസ്സിലായോന്ന്? ആ, സ്ഥലമിട്. നീ എന്ത് കാണിക്കണേ? ഇത് നോക്കിയേ, ഷർട്ടൂര് എപ്പോഴാ കണ്ടത്? ലാത്തിക്ക് കുത്തിയ പാട് 6 എണ്ണം കിടക്കണണ്ട. എന്നാലും എസ്ഐയുടെ ഒരു ഇടിയേ. സത്യം പറഞ്ഞ അയാൾ എന്നെ കളിക്കാൻ വിളിച്ചപ്പോ ഞാൻ കരുതിയത് ശരിക്കും അയാൾ ക്രിക്കറ്റ് കളിക്കാൻ വിളിക്കണമെന്നാണ്. ഞാനും അങ്ങനെ തന്നെ കരുത്. ഞാൻ അതിന് മുമ്പേ കരുതിയതാ. അതാ ഞാൻ ആദ്യം വാങ്ങിച്ചത്. അത് മനസ്സിലായി. കുറെ കാലത്തിന് ശേഷം ഇത്രയും നല്ല 6 റൈഡ് കിട്ടിയത്. എന്നാ ഒരു ഇടിയായിരുന്നു. എടാ, അയാൾ സിനിമയും ചെയ്യത്തില്ല, ഒരു പുല്ലും ചെയ്യത്തില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞ? എടാ, അയാൾ ഷൂട്ടിംഗ് തുടങ്ങുന്ന അന്ന് തന്നെ പ്രൊഡ്യൂസറെ ഇടിക്കും, പിന്നെ ക്യാമറമാനെ ഇടിക്കും, അത് കഴിഞ്ഞ് കണ്ണി കണ്ടവരെല്ലാം ഇടിക്കും. അവസാനം ആരെയും കിട്ടാതെ വരുമ്പോ സ്വന്തം നെഞ്ചത്ത് ഇങ്ങനെ ഇടിക്കും. പിന്നെ എങ്ങനെ സിനിമ പിടിക്കും? പക്ഷെ എന്തൊക്കെയായാലും ഒരു കാര്യം നമുക്ക് സന്തോഷിക്കാം. എടാ, നമ്മൾ കാരണം ആ അനുഭവം മെസ്സേക്ക് ഒരു കഥ ഉണ്ടാക്കാൻ പറ്റിയില്ലേ? ഇത് ഇയാളെല്ലാവരും നടന്നു പറയും. അതോടുകൂടി നമ്മൾ 3 പേരും ഫേമസ് ആവും. കഥ എഴുതി തീരുന്ന വരെ ഓരോ കേസിൽ കുടിക്കും നമ്മളെ അയാൾ ഇടിച്ച് ചാറാക്കും. പിന്നെ നമ്മൾ അങ്ങനെ ഫേമസ് ആകുന്നേ. മക്കളെ, ഇങ്ങോട്ട് നോക്കിയേ. ആ ഇടിയുടെ ഇടയിൽ ഞാൻ ആ എസ് ഐക്ക് ഒരു പണി കൊടുത്തു. അയാളുടെ പേഴ്സ് ഞാൻ ചാമ്പി. ഞാൻ ആരുടെയൊക്കെയാ എനിക്കറിയില്ല. ഇതിനകത്ത് കാശ് വല്ലതും ഉണ്ടാന്ന് നോക്കട്ടെ. ആ, കാശുണ്ടാവും. കൈക്കൂലി വാങ്ങിയ കാശുണ്ടാവും. എസ് ഐ കാണും. ഇതിനകത്ത് കാശ് വല്ലതും ഒന്നുമില്ല. ഒരു ലക്ഷം പേപ്പർ ഉണ്ട്. നോക്കിയേ. പോട്ടം. ഒരു ഗ്രാമപാത. ചന്നം ചിഹ്നം മഴ പെയ്യുന്നു. ദൂരെ നിന്നും നനഞ്ഞൊലിച്ചുതിർത്ത ട്രാക്ടർ ഓടിച്ചു വരുന്ന ഗ്രാമീണ സുന്ദരി. അവളുടെ പേര് വിശാലം. 30 വയസ്സ് പ്രായം. അവന്റെ രാമായണയുടെ കഥ. കഥ എഴുത്ത്, സംവിധാനം, ക്രിക്കറ്റ് കളി, പോലീസ് പണി.
എടാ ഇന്നത്തെ ലക്ഷണം കണ്ടിട്ട് എനിക്കൊരു കാര്യം തോന്നുന്നു. ഒരു 25 പൈസയുടെ കുറവുണ്ടോ എന്നൊരു സംശയം. എന്താ എടാ വട്ട് ആ വട്ട പ്രാന്ത മുഴുപ്രാന്ത ഇന്നലെ തലയിട്ടപ്പം മനസ്സിലായില്ലേ? ഇങ്ങോട്ട് നോക്കിയേ. എങ്കിൽ പിന്നെ നമുക്ക് തീർത്തിട്ടുള്ള കാര്യം. അടി അടി അടി. ആരാ പാതിരാത്രിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ? രാത്രി ഉറക്കമില്ല. ആരാ വെറുതെ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നിനക്കെന്താ ഭ്രാന്ത? ഗുഡ് നൈറ്റ്. ഓക്കെ. ഇന്നലെ ഏത് ബ്രാൻഡ് അടിച്ചത്? നേരം വെളുത്തു, കണ്ണൂർ നോക്ക്. നീയാ? എന്താ കാര്യം? അതെ, സായിപ്പ് നിങ്ങളോടൊന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുക. സായിപ്പ്? സായിപ്പിന് നമ്മളെ കാണണമെന്ന്. സായിപ്പിന് നമ്മളെ കാണണമെന്ന്. എന്തേ അയാളുടെ അളിഞ്ഞ ഇംഗ്ലീഷ് കേൾക്കാനാ? ഇവിടെ ഞങ്ങക്ക് മലയാളം തന്നെ ശരിക്കും പറയാൻ പറ്റണില്ല. അപ്പോഴാ അയാളുടെ ഇംഗ്ലീഷ്. വല്ല പണിയും നോക്കാൻ പറയാൻ ചായ്പ്. അതെ, ഈ പ്രാവശ്യം എന്തോ കാര്യമായിട്ട് തടയുന്ന വകുപ്പാ. അതല്ലേ ഞാൻ തന്നെ നേരിട്ട് വന്നത്. അതെ, കഴിഞ്ഞ തവണ കാര്യമായിട്ട് കാണാത്തതിന്റെ കുഴപ്പം ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇനി സായിപ്പായിട്ട് ഒരു ഇടപാടുമില്ല. താൻ പോയി തന്റെ ജീനുവാൾജി സായിപ്പോട് പറ. അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പ്രാവശ്യം ഏൽപ്പിക്കുന്ന കാര്യം നടന്നാലും ഇല്ലെങ്കിലും അഡ്വാൻസ് ആയിട്ട് ലക്ഷങ്ങളാ കയ്യിൽ വരാൻ പോകുന്നത്. അയ്യോ, ഞാൻ പറഞ്ഞ വിശ്വാസമായില്ലെങ്കിൽ സായിപ്പിനെ വിളിച്ചു. വേണ്ട, അതൊന്നും വേണ്ട. വിളിക്കണ്ട. വിളിച്ചാലും സായിപ്പ് ഇംഗ്ലീഷേ സംസാരിക്കത്തുള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ ഇംഗ്ലീഷ് ഒന്നും പിടിയില്ല. നിന്നെ ഞങ്ങൾക്ക് വിശ്വാസം. ധൈര്യമായിട്ട് പോകും അല്ലേ? ശരി. എടാ, ഈ ഡീല് കൊണ്ട് ചിലപ്പോ നമ്മൾ രക്ഷപ്പെടും. എന്തോ എന്റെ മനസ്സങ്ങനെ പറയുന്നുണ്ട്. നിന്റെ മനസ്സല്ലേ പറഞ്ഞു? എന്റെ ഈ ശരീരം എപ്പോഴാ പറഞ്ഞറിയാം? കുറെ നേരം അയലിലൂടെ ഈ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് ഒരുമാതിരി കള്ളന്മാരെ പോലെ. ഈ ഇരിപ്പിനൊരു സുഖമുണ്ട് സാറേ. ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴാണ് ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓർമ്മകൾ? വൃത്തികെട്ടവൻ. ഈ സാറിനെ നമ്മൾ വിളിച്ചോണ്ട് വന്നേ നല്ല അനുഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ടാ. ക്ഷമിക്കണം. സാറിന് ഇത് ആദ്യമായിട്ടായിരിക്കും, പക്ഷെ ഞങ്ങൾക്കിതൊരു ശീലമാ. എല്ലാവരും അനുഭവമായിട്ട് കൂട്ടിയാൽ മതി. പക്കി വരുവോടെ? വരും സാർ, ഇപ്പൊ വരും. ഈ കൊട്ടേഷൻ ടീം ശനിയും ഞായറുമാണ് സാധാരണ കൊട്ടേഷൻ സ്വീകരിക്കാറുള്ളത്. അതെ. നീ ഞായറാഴ്ചയല്ലേ? വരും, വരാതിരിക്കില്ല. സാറ് നോക്കിക്കോ. കണ്ടോ, ആ കണ്ണാടിക്കാരൻ, ആ പക്കി, ഇത്തിക്കര പക്കി, ഈ നാട്ടിലെ ഗുണ്ടാത്തലവൻ. പറയുന്നത് ചെയ്തു തരും. പക്കിയുടെ കൂടെ ഉള്ളവന്മാരാ ജംബുലിംഗവും വെള്ളാണി പരമു. അതെ, പക്കിയുടെ റൈറ്റ് ഹാൻഡ് അവന്മാരാ. നസീറും ജെന്നും അഭിനയിച്ച സിനിമകളുടെ പേരല്ലേ? അവന്മാരെ കണ്ടിട്ടല്ലേ നസീർ സാറിന് ആ പടത്തിൽ ആ പേരിട്ടത്? പിന്നല്ലാതെ. ആ വന്നവരാണ് കൊട്ടേഷൻ ഏൽപ്പിക്കുന്നത്. കണ്ട, ആ പെട്ടി നിറച്ചു പണമാണ്. ആ പെട്ടിയുടെ വലിപ്പം കണ്ടിട്ട് കയ്യും കാലും വെട്ടാനുള്ള കൊട്ടേഷനാ. സത്യമാ സാറേ. തല വെട്ടാനാണല്ലേ ചാക്കിനകത്തായിരിക്കും ഒരു പണം കൊണ്ടിരുന്നത്. അല്ല, സാറിനെന്തരവന്മാരെ ഇടിക്കാനാണോ? ഇടിക്കാനല്ല, ഇവന്മാരെ കുറിച്ച് പഠിക്കാനാണ്. എന്നിട്ട് അവന്മാരിൽ ഒരാളാവണം. ഞാനെന്ന് പറഞ്ഞില്ല ഇയാൾക്ക് 25 പൈസ കുറവുണ്ടെന്ന്. 75 പൈസന്റെ കുറവുണ്ട്. തൽക്കാലം നിങ്ങൾ സ്ഥലം വിട്ടോളൂ. അല്ല സാറേ, ഇനി അനുഭവങ്ങളൊന്നും വേണ്ടേ? ആവശ്യമുള്ളപ്പോ അറിയിക്കാം. ഓട്ടിച്ചു വല്ല സമ്പാദിക്കാൻ നോക്കാം. അവന്മാരുടെ അടുത്തേക്ക് പോകുമ്പോ ഗെറ്റപ്പിൽ ചെറിയ മാറ്റം വരുത്തി പോകുന്നതായിരിക്കും വളരെ നല്ലത്. ഈ സ്റ്റേഷനിൽ പുതിയ SI ആയതുകൊണ്ട് സാറിനെ മനസ്സിലാക്കാൻ വഴിയില്ല. എന്നാലും അനുഭവത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോ ഒരടിമുട്ടി മാറ്റം വളരെ നല്ലതായിരിക്കും. ഓക്കേ. Come on.
നീ ഏതാടാ? ഞാൻ കുറച്ച് വടക്കുള്ളതാ. അതുകൊണ്ട് വിടക്കാവാൻ തീരുമാനിച്ചോ? ഏയ്, ബായിയുടെ കൂടെ ജോലി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാ. നിന്നെ കണ്ടിട്ട് നല്ല കുടുംബത്തിൽ പിറന്ന ലക്ഷണം ഉണ്ടല്ലോടാ. പിന്നെ എന്തിനാ ഈ വഴി തിരഞ്ഞെടുത്തത്? അത് പിന്നെ ഒരിക്കലും ഇതിൽ വീണാ പിന്നെ തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടാ. നല്ലപോലെ ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. ബായി എന്നെ ഉപേക്ഷിക്കരുത്. ഉപേക്ഷിക്കാൻ നീ എന്നെ ഭാര്യ. നിനക്കെന്തൊക്കെ പണിയറിയാം? കൈവിട്ടാനും കാലുവിട്ടാനും അറിയൂ? എന്ത് വേണമെങ്കിലും ഞാൻ വെട്ടിക്കൊള്ളാം. ഇവനെ കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോ. ഈ പണിക്ക് നടക്കുന്നവർക്ക് കള്ളലക്ഷണം ഒരു മുതൽക്കൂട്ടായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഇന്നത്തെ പ്രോഗ്രാം എന്തൊക്കെയാടാ? പറയാം ബൈ. രാവിലെ 11 മണിക്ക് മാർക്കറ്റിലെ 10 കടന്ന് ആഴ്ചപ്പിരിവ്. 12 മണിക്ക് പന്നിപ്പറമ്പിൽ ഉസ്മാന്റെ കാല് വെട്ടണം. പിന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് 3 മണിക്ക് ദുബായ് കോളനിയിൽ അശോകന്റെ വീട്ടിലെ വാടകക്കാരെ പിടിച്ച് പുറത്താക്കണം. ഇന്നത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, അശോകന്റെ വീട്ടിലെ വാടകക്കാരെ ഒഴിപ്പിക്കാൻ നീ വയ്ക്കോ? ഓ, ഞാൻ പോയിക്കൊള്ളാം ഭായി. ഇത് ഞാൻ കലക്കും. ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവം ഞാൻ അടിച്ചെടുക്കും. നോക്കി നിൽക്കണം, കേറി വാ. ഓഹോ, താനാണല്ലേ ഇതിന്റെയൊക്കെ പിന്നിൽ? അയ്യോ കുട്ടി, ഞാനല്ല കേട്ടോ. എല്ലാം വ്യക്തമായി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം. എന്താണ് നോക്കി നിൽക്കണേ? അങ്ങോട്ട് പിടിച്ച് പുറത്താക്കണേ. വീട്ടിൽ നിർത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടോ? അങ്ങോട്ട് ഇറങ്ങണേ. എന്നെ വിടാൻ. എന്താണ് സ്ഥലമില്ല മോളെ, നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? ഓക്കെ ബോസ്, എല്ലാം ലെവലാക്കിയിട്ടുണ്ട്. എന്ത് കണ്ണിച്ചോരല്ലാത്ത പണിയാണ് ഈ തെണ്ടികൾ ചെയ്തത്? ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല മോളെ. പോലീസിൽ പരാതി കൊടുക്കണം. അവന്മാര് പക്കിയുടെ ആൾക്കാരാ. ആൾക്കാരെന്താ പറത്തിക്കളയോ? വേണ്ട വേണ്ട മോളെ, ഒന്നിനും പോണ്ട. അവരൊക്കെ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാ. വീടിന്റെ ആധാരം പണയം വെച്ച് കുറച്ച് പണം കടം വാങ്ങി എന്നുള്ളത് നേരാ. അതുകൊണ്ട് വീട് വിട്ടു പോകണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാ? അശോകനെ കൊണ്ട് ഇതൊക്കെ ആരോ ചെയ്യിക്കുന്നതാ. എനിക്കറിയാം ഇതാരാ ചെയ്തേന്ന്. ചെയ്തവനെ കൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു പരിഹാരം കാണും. സാറുണ്ട്, സാർ അകത്തുണ്ട്. നീ കറക്റ്റ്, കുറച്ചുകൂടി ഫോഴ്സ് വേണം. എക്സ്ക്യൂസ് മീ സാർ. യെസ്. ഓഹോ, നിങ്ങൾ പോലീസായിരുന്നോ? കൊള്ളാം. റൗഡിയും പോലീസും ഒരാളായ പിന്നെ എന്തോ ആവാലോ. ഇങ്ങോട്ട് വരുമ്പോ എന്റെ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമെന്നാ ഞാൻ പ്രതീക്ഷിച്ചേ. പക്ഷേ കുട്ടി വിചാരിക്കുന്നത് പോലെ ഞാൻ അത്രക്കാരനല്ല. എല്ലാം ഞാൻ പറയാം. വേണ്ട. അല്ല കുട്ടി, കാര്യം അറിയാതെയാണ് സംശയിക്കുന്നത്. ഞാൻ ശരിക്കും പോലീസ് തന്നെയാണ്. ദാ എന്റെ ഐഡന്റിറ്റി കാർഡ്. ഞാൻ കുട്ടിയല്ല, എനിക്കൊരു പേരുണ്ട്, ലക്ഷ്മി. ലക്ഷ്മി, എന്നെ വിശ്വസിക്കണം. ഞാൻ അവിടെ വന്നു എന്നത് സത്യമാണ്. പക്ഷേ അതിന്റെ പിന്നിൽ മറ്റൊരു കാര്യമുണ്ട്. സത്യത്തിൽ ഇതാണ് സംഭവിച്ചത്. അല്ലാതെ ഞാനൊരു കുഴപ്പക്കാരനല്ല. അനുഭവങ്ങൾ തേടി അവിടെ എത്തിയതായിരുന്നു. ഞാൻ കാരണം വീട് നഷ്ടപ്പെട്ട ലക്ഷ്മിക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തന്നെ ഒരു പരിഹാരം കണ്ടോളാം. എന്നെ വിശ്വസിക്കണം. നീ കണ്ടോ, ആ പോയ പെൺകുട്ടിയാണ് എന്റെ കഥയിലെ നായിക. നായികയോ? കാര്യങ്ങള് പോയൊരു പോക്കൊക്കെ കൊള്ളാം. പക്ഷെ സാറാ കുട്ടിക്ക് എവിടുന്ന് വീടെടുത്ത് കൊടുക്കാനാ? അതിനൊക്കെ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. അതൊരു പുതിയ അനുഭവം.
സാറിന്റെ വീടല്ലേ ഇത്? അതെ. അല്ല ഇവിടെയാണ് ഇവരെ കൊണ്ട് താമസിപ്പിക്കുന്നത്. അതിനെന്താ? അമ്മയോട് പറഞ്ഞോ? അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അമ്മയാണ് ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത്. എങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. പെങ്ങള് ധൈര്യമായിട്ട് അച്ഛനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറിക്കോ. മോള് വാ. എല്ലാ കാര്യങ്ങളും ഇവൻ എന്നോട് പറഞ്ഞു. ഇവനായിട്ടുണ്ടാക്കിയ പ്രശ്നത്തിന് ഇത് തന്നെ ഏറ്റവും നല്ലതെന്ന് ഞാൻ തന്നെ അവനോട് പറഞ്ഞത്. വരും മോളെ. മോള് ചെല്ല്. ഈ അവസ്ഥയിൽ അച്ഛന് വലുത് നിന്റെ സുരക്ഷിതത്വം മാത്രമാണ്. അതെന്തായാലും ഇവിടെ കിട്ടും. പിന്നെ എല്ലാം ദൈവനിശ്ചയം പോലെ. അതോട്ട് എന്നാട്ടെ. വാ. മോളെ, സാറേ എത്ര ദിവസം ഇവരിവിടെ താമസിപ്പിക്കാനാ? കുറച്ചു ദിവസം ഇങ്ങനെ പോട്ടടോ. എന്നിട്ട് ആലോചിക്കാൻ എന്ത് ചെയ്യണമെന്ന്. എന്റെ പൊന്ന് വല്യമ്മച്ചി, ദൈവത്തോർത്ത് ഈ മുറി ഇംഗ്ലീഷ് പറയരുത്. എനിക്ക് അറിയാവുന്ന ഇംഗ്ലീഷ് കൂടെ കയ്യിൽ നിന്ന് പോവും. വല്യമ്മച്ചി ടെൻഷൻ അടിക്കണ്ട. ഇത്ര നേരം വൈകിയാലും അവർ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്. കറക്റ്റ് ഏലി. വല്യമ്മച്ചിക്ക് എന്താ അങ്ങോട്ട് വന്നാല്? ആയ കാലത്ത് ഈ അമ്മച്ചി വേൾഡ് ഫുൾ ചുറ്റി കറങ്ങിയതാ. ഇപ്പോഴത്തെ ഫ്ലൈറ്റ് ആണോ ചിൽഡ്രൻ എങ്കിൽ ചിൽഡ്രൻസ്. എന്നോടാണോ ജീവ വരാൻ ഇത്രയും വൈകിയത്? ബാഡ് വെതർ കാരണം ന്യൂയോർക്കിൽ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ മണിക്കൂറുകൾ എടുത്തു മമ്മ. നീ അങ്ങ് സ്ലിമ്മിങ് ആയിപ്പോയല്ലോ മോളെ. ഇതിങ്ങടെയൊക്കെ കൂടെ ജീവിതം, പിന്നെ എങ്ങനെ ക്ഷീണിക്കാതിരിക്കും? വന്നട്ടെ. എല്ലാവർക്കും ഏലിക്കുട്ടി കരിമീൻ മപ്പാസും ചൂട് വെള്ളയപ്പവും നമ്മുടെ മട്ടൺ സ്റ്റൂവും ചിക്കൻ ഫ്രൈയും ഒരുക്കി വെച്ചിട്ടുണ്ട്. ബോക്സ് ഒക്കെ എടുത്തോണ്ട് വാടാ. അല്ല എലിക്കുട്ടി, ആ മപ്പാസ് അല്പം വെച്ചേക്കണേ. പിന്നെ വേണ്ട. എലിക്കുട്ടി, നീ ആകെ ഒന്ന് മിനിങ്ങിയിട്ടുണ്ടല്ലോ. ഇങ്ങനെ നോക്കി പേടിപ്പിക്കാതെ. നിന്റെ മീഡിയമൂന കൊണ്ടെന്റെ നെഞ്ചിലൊരു ബല്ലേ ബല്ലേ. ഈ മുളക് അരച്ചതെടുത്തേ ആ കണ്ണിലോട്ട് ഒഴിച്ചെന്നാലുണ്ടല്ലോ. കർത്താവേ, ഇവക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത സാരിയും ബ്ലൗസും ഒക്കെ വേസ്റ്റ് ആവുമോ? എന്താ? ഏയ് ഒന്നുമില്ല. പിന്നെ എലി, അപ്പുറത്തെ വീട്ടിലെ ലോഹിതാക്ഷം പറയുക, ഈ ദേഷ്യം കാണിക്കുന്ന പെണ്ണുങ്ങളുടെ മനസ്സിൽ ഒത്തിരി സ്നേഹം ഉണ്ടാവുമെന്ന്. ശരിയാണോ? ശരിയാ. ഹോ, എനിക്ക് സമാധാനമായി. ഈ ലോകിതാക്ഷനെ 2 ദിവസമായിട്ടൂടെ കാണുന്നേ ഇല്ലല്ലോ. ഇല്ല, അവനോട് പോയി. ആശുപത്രിയിലാ. എന്തു പറ്റി? അതെ, അവൻ എന്നോട് കൊഞ്ചു കൊഴയാൻ വന്നു. ഞാൻ ഇവിടെ കിടന്ന ആ ചെരുവ് എടുത്ത് അവന് തലയ്ക്ക് അടിച്ചു. അല്ല, ഇവിടെ കിടന്ന ആ ചെരുവ് എവിടെ? ഞാൻ കുറെ നേരമായിട്ട് തെരഞ്ഞോണ്ടിരിക്കുക. അതെ, എന്തായാലും ഏലി ചെയ്തത് നന്നായി. അല്ലെങ്കിൽ ഈ ലോഹിതാക്ഷം ഒരു വായി നോക്കിയാ. ഇവിടെയും ചില വായി നോക്കിയാലുണ്ട്. എന്താ? ഏയ് ഒന്നുമില്ല. പിന്നെ ഓ, ആ തള്ള കിടന്ന് തൊള്ള തുറക്കുന്നുണ്ട്. മനസ്സിന് സമാധാനം തരാത്ത പിശാച്. വരുന്നു വല്യമ്മച്ചി. എന്തൊരു സ്നേഹം. എടാ ജോസൂട്ടി, ഒരു ഗെയിം കളിക്കാൻ വാടാ. ഞാൻ കാർട്ടൂൺ കാണാൻ നിനക്ക് കണ്ടൂടെ? എടാ പ്ലീസ് ഒന്ന് വാടാ. ഞാൻ മതിയോ? നീ വേണ്ട. നിനക്ക് ചെസ് എന്താണെന്ന് കൂടി അറിഞ്ഞൂടാ. ഒരു കളിക്കാരി വന്നിരിക്കുന്നു. ഇങ്ങോട്ടാടാ. തരാനല്ലേ പറഞ്ഞത്? ഓ മൈ ഗ്രേഷ്യസേ, ഈ ചൈൽഡ്സിനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ ഇപ്പൊ ഇവിടെ ഒരു ബഹളം? വല്യമ്മച്ചി, ഈ ലിജോ ഞങ്ങളെ വെറുതെ ശല്യം ചെയ്യുന്നു. ഞാൻ ഇവനെ എത്ര പ്രാവശ്യം കളിക്കാൻ വിളിച്ചത്? ഇങ്ങനെയാ ചെയ്യുന്നേ? ക്രേസി ബോയ്, യു ആർ ഡോങ്കി. യു ആർ എ മങ്കി. നോ 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 നോ, വഴക്കൊന്നും വേണ്ട. വഴക്കിടുന്ന ചൈൽഡ്സിനെ പിടിക്കാനേ ഇവിടെ ഒരു ഭൂതമുണ്ട്. അതെന്താ? അതോ ചുവ
ചുവന്ന കണ്ണ്, നീണ്ട നാക്ക്, 4 കൈകള്, അയ്യോ കൂർത്ത പല്ല്, നീണ്ട നഖം. അയ്യോ, എനിക്ക് തന്നെ പേടിയാവുന്നു. അയ്യോ, അപ്പൊ ഞങ്ങളെയൊക്കെ പിടിച്ച് തിന്നുമോ വലിയമ്മച്ചി? അങ്ങനെയൊന്നുമില്ല. ഗുഡ് ചൈൽഡ്സിനെ ഭൂതത്തിന് വെരി 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 ഇഷ്ടമാണ്. നിങ്ങളുടെ ഫ്രണ്ടിനെ പോലെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ നീണ്ട നാക്കും ചുമന്ന കണ്ണുകളും ഒക്കെ ഉണ്ടാവോ വല്യമ്മച്ചി? അങ്ങനെ ഒന്നും ഇല്ല മോളെ. വഴക്കുണ്ടാക്കാതെ ഗുഡ് ചൈൽഡ്സിനെ പോലെ കിടന്നുറങ്ങാൻ നോക്ക്. അല്ലെങ്കിൽ ഭൂതം വന്ന് കടിച്ചാ തിന്നും. ശബ്ദിക്കരുത് കേട്ടോ. കിടന്ന് ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ. ഏലിക്കുട്ടി, എന്നാ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയൂ? കാര്യം പറ. പാവാട പ്രായത്തിൽ ഇയാളൊരു താമര മുട്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? അത് ശരിയായിരിക്കാം. എന്നാൽ നിക്കറിട്ട് നടന്നിരുന്ന പ്രായത്തിൽ ഗ്രിഗറിച്ചേട്ടൻ ഒരു നല്ല കഴുതക്കുട്ടിയായിരുന്നു. പക്ഷേ ഇപ്പൊ നല്ലൊരു കൊരങ്ങനാ. എനിക്കറിയാം, ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എലിക്കുട്ടിയുടെ മനസ്സിൽ എന്റെ അടുത്ത് സ്നേഹമുണ്ട്. സ്നേഹിക്കാൻ പറ്റിയൊരു മുതല്. അയ്യടാ, കുട്ടികളെ, നിങ്ങൾ വല്ലതും കണ്ടോ? അങ്കിളിനെ ചൂലുണ്ട് അടിയിട്ട ഞങ്ങള് കണ്ടിട്ടേ. പിന്നെ ഈ കാര്യം നിങ്ങൾ വല്യമ്മച്ചോട് പറയരുതേ. വല്യമ്മച്ചിയോട് പറയണ്ടെങ്കിൽ അങ്കിള് ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താ വേണ്ട, പറഞ്ഞോളൂ. ഇവനെ ആ ഹോളിനകത്തൊരു പടവലിങ്ങ കൊണ്ടിട്ടു. അയ്യോ, അങ്കിൾ അതൊന്ന് എടുത്തു തരണം. ആരെങ്കിലും ഈ പടവലങ്ങയൊക്കെ ഹോളിനകത്ത് കൊണ്ടിടുവോ? ഞാൻ എടുത്തു തരാം. വന്നേ, വാ. എവിടെയാ ദ്വാരം? ഇതോ? ഇതിനകത്തൊക്കെ ആരെങ്കിലും പടവലങ്ങ കൊണ്ടിടൂ? ഇതിനകത്ത് പടവലങ്ങയില്ല, വെള്ളരിക്കയില്ല. എങ്കിൽ ആ ഹോളിലായിരിക്കും. ഈ ഹോളിലോ? ചെറിയ പടവലങ്ങ അല്ലേ? ഇനി മേലാൽ ഈ പടവലങ്ങൊന്നും ഇതിനകത്ത് കൊണ്ടിടരുത്. Ammachi is a snake. My put the malam in the hand with the padavalanga. The children want the kotte. Shut up! I told you car washing. You do washing car. Mara donkey, you. Get away, go. Mara donkey, the ജോലിക്കാരനെന്ന് പറഞ്ഞാ മതി. ഒരു ചിരി ബഹളവും. വല്യമ്മച്ചി ലുക്കിയാർത്തെ ലിജോ ഭൂതത്തെ വരച്ചു. വല്യമ്മച്ചി പറഞ്ഞ ഭൂതമല്ലേ കുട്ടി ഭൂതം. കൊള്ളാമലയുടെ ചൈൽഡ്സ്. അപ്പോ ഇതാണ് കുട്ടി ഭൂതം. റിയൽ ഇറ്റ് ഈസ് ഫാന്റാസ്റ്റിക്. Come, Salves. Explain to them. Of course. ഇത് 2 ലക്ഷം രൂപയുണ്ട്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ കാര്യം നിസ്സാരമല്ല. അക്ഷരം ഗുരുതരാവോ? ചുമ്മാ ഇരിക്കടാ. കൂടും മനത്തിലൊക്കെ നിങ്ങളെ പോകുന്നത്, അത് ഓർമ്മ വേണം. കുറുവൻമലയ്ക്ക് വടക്ക് കിഴക്കായി വന്യമൃഗങ്ങൾ മാത്രം വിഹരിക്കുന്ന ഒരു ഘോരവനമുണ്ട്. ഈ ഘോരവനത്തിൽ കാടുണ്ടോ? കാട്ടിനകത്ത് പിന്നെ കോരവനല്ലോടാ. അവര് പറയുന്നത് കോരവനം, കാട്. അതിലുപരി നരഭോജികളായ കാട്ടുവാസികളുണ്ട്. അത് കടന്ന് മുന്നോട്ട് പോയാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പഞ്ചലോഹ വിഗ്രഹം മണ്ണിനടിയിൽ എവിടെയോ മറഞ്ഞു കിടപ്പുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ അടയാളം എന്നോണം.
പേടിക്കാനൊന്നുമില്ലെന്നേ. വിഗ്രഹം കണ്ടെത്തി കൊടുത്താ ഇനിയും ലക്ഷങ്ങളായിരിക്കും നിങ്ങളുടെ കയ്യിൽ വരാൻ പോകുന്നത്. അല്ല, ഞങ്ങൾ ഈ സായിപ്പിന് വിഗ്രഹം എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുത്താൽ ഈ സായിപ്പ് ഞങ്ങളെ ചതിക്കോ? ചതിക്കത്തൊന്നുമില്ല, ചതക്കത്തേ ഉള്ളൂ, തട്ടിക്കളയും. ആ തട്ടിക്കളയിലുള്ളൂ, ചതിക്കൊന്നുമില്ലല്ലോ. തമാശ കളയടാ, രൂപ 2 ലക്ഷമാണ്. ഇന്ന് മുതൽ ഈ വണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അതെ, നമുക്കേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മനുഷ്യന് സന്തോഷമായിട്ട് സുഖിച്ച് ജീവിക്കാം. അപ്പൊ നമുക്ക് അടിച്ച് പൊളിക്കണം. എനിക്കിന്ന് സൈക്കിൾ ചവിട്ടാൻ വയ്യ. സോ വി ക്യാൻ വാക്ക്. നമുക്ക് തിരിച്ചു പോവാൻ ലിജോ, എനിക്ക് പേടിയാവുന്നു. കുറച്ചും കൂടെ ദൂരെ പോയാ ഒരു കുന്നിൻ ചെലവുണ്ടെന്നാ പറയുന്നേ. അവിടെ നിന്ന് നോക്കിയാ നല്ല ഭംഗിയാ, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. വല്യമ്മച്ചി അറിഞ്ഞാ ചീത്ത പറയും. നമുക്ക് തിരിച്ചു പോവാൻ ജോസൂട്ടി. ഒന്ന് മിണ്ടാ നിക്കടി പെണ്ണെ, വാ പോവാം. അയ്യോ അയ്യോ, പാമ്പ്. എന്തെങ്കിലും പറ്റിയോ? എനിക്ക് എന്തെങ്കിലും പറ്റിയോടാ? നല്ല പെയിനുണ്ടെടാ. അതെന്താ? ഹായ് മൊട്ടത്തല. ഇത് നല്ല രസമുണ്ടല്ലേ? ഇത് ഞാൻ വരച്ച പിക്ചർ പോലെ ഉണ്ടല്ലോ. ഹായ് ഭൂതം. കുട്ടി ഭൂതം. നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് പേടിയാവുന്നു. സായിപ്പണ്ണം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മളിപ്പോ ഘോരവനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സായിപ്പ് പറഞ്ഞ റൂട്ട് അനുസരിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജോലി എളുപ്പമായി. അങ്ങനെയാണെങ്കിൽ സായിപ്പ് ഒന്ന് റൂട്ട് എടുക്ക്. അതിനകത്തല്ല മാപ്പ് ഇരിക്കുന്നേ. അതെ, എന്താ അല്ല റൂട്ട് സായിപ്പിന്റെ റൂട്ട്. ഇയാളിത് എന്തായി പറയണേ? സായിപ്പിന്റെ എടാ, മാപ്പ്. എടാ അവന് മാപ്പ് കൊടുത്തിട്ട് നീ മാപ്പിങ് എടുക്ക്. ഇതിപ്പം എല്ലാവർക്കും തെറ്റൊക്കെ പറ്റും. അതീ കയറി പിടിച്ച് നീ മാപ്പിട്. ഇതാ മാപ്പ്. ഫ്രാൻസ്, നമ്മൾ വന്നിരിക്കുന്ന റൂട്ട് കറക്റ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ, അത് നീ അവിടെ നിന്ന് നോക്കിട്ടാ ഇവിടെ വന്ന് നോക്കിയേ, അപ്പൊ കറക്റ്റ് ആവും. നോക്കിയേ, കണ്ട നോക്ക. അവിടെ നോക്കിയിട്ട് ഇവിടെ നോക്കിയിട്ടും എന്തോ എനിക്കൊരെത്തും പിടി കിട്ടുന്നില്ല. അതെ, ഈ മാപ്പ് ശരിയല്ല. സാഹിബിന് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. എടാ സായിപ്പിനല്ല നമുക്കാ തെറ്റ് പറ്റിയത്. നമ്മൾ വീട് വിട്ടിറങ്ങിയപ്പോഴേ വഴി പഴിച്ചു പോയി. നമ്മൾ എവിടെന്നാ വന്നത്? വീട്ടിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ എളുപ്പ വഴിയുണ്ട്. ഈ മാപ്പുമായി തിരിച്ച് വീട്ടിൽ ചെന്ന് റൂട്ട് കറക്റ്റ് ആക്കി തിരിച്ച് കാട്ടിലേക്ക് വന്നാലോ? അത് ശരിയാവില്ല. ഇനിയിപ്പോ തിരിച്ച് വീട്ടിൽ പോണ്ടേ? അമർ, അക്ബർ പറഞ്ഞാലും കാര്യമുണ്ട്. നമുക്ക് ഈ മാപ്പുമായി കാട്ടി പോയി റൂട്ട് കറക്റ്റാക്കി നമുക്ക് 3 പേർക്കും വീട്ടിലോട്ട് പോയാലോ? അങ്ങനെയാണെങ്കിൽ അമർ തീരുമാനിക്കണം നമ്മൾ കാട്ടി പോണോ വീട്ടിൽ പോണോ? വീട്ടിൽ പോണോ കാട്ടി പോണോ? കാട്ടി പോണോ വീട്ടിൽ പോണോ നമ്മൾ തീരുമാനിക്കണം. കാട്ടി പോണോ? വഴിയുണ്ട് വഴിയുണ്ട്. സമ്മതിക്കണം. എന്താ പേരെന്താ? അമർ. അമർ. നിനക്ക് തരാം.
എവിടെയാണല്ലോ നമ്മൾ അവനെ കണ്ടത്. ഇവിടെയുണ്ട്. ഗുഡ് മോർണിംഗ് മൊട്ടത്തലയാ. നീ എന്തിനാ ഇങ്ങനെ മണ്ണിനടിയിൽ കിടക്കുന്നേ? ആരെങ്കിലും കുഴിച്ചിട്ടതാ? വിഷമിക്കണ്ട കേട്ടോ, ഞാനൊരു സൂത്രം കാണിച്ചു തരാം. നിന്നെ ഒന്ന് സുന്ദരനാക്കാം. ഹായ്, നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ. ഇനി മുതൽ ഞങ്ങൾ നിന്നെ മാടാന്നേ വിളിക്കും. വല്യമ്മച്ചി അറിയാതെയാ നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നാൽ. അത് കഴിച്ചിട്ട് ഞങ്ങൾ പോവും. വേഗം കഴിച്ചോ. കഴിക്കാം. എടാ, വഴിയിൽ ഒരു മരം വീണ് കിടക്കുകയാണല്ലോ. മരം വീടാനല്ലേ ഉണ്ടായേക്കുന്നേ. നമുക്ക് തിരിച്ചു പോയാലോ? അപ്പൊ പിന്നെ വീട്ടിൽ ചെല്ലൂലേ? അതല്ലേ, വണ്ടി റിവേഴ്സ് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പൊ എപ്പ വീട്ടിൽ ചെല്ലാനാണ്? ഈ മരം മാറ്റിയില്ലേ ഇനി ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഒരു പണി ചെയ്യാം, നമുക്ക് ആ വഴി പോയാലോ? അത് വളഞ്ഞ വഴി. നമുക്ക് മാപ്പിലെ റൂട്ടിൽ തന്നെ. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. മാപ്പുള്ള റൂട്ടിൽ കണ്ടല്ലേ, കംപ്ലീറ്റ് വളം തിരിവില്ലേ, കണ്ടല്ലേ? നമുക്കൊരു കാര്യം ചെയ്താലോ, ജീപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടാലോ? അല്ല, ജീപ്പ് എംബി ചെയ്യിപ്പിച്ചാലോ? ഓ, ഇവൻ അങ്ങോട്ട് കൊന്നാലോ? നീ എന്നെ കൊല്ലൂടാ. കൊല്ലൂടാ. നീ എന്നെ കൊന്നാ. കൊല്ലൂടാ. നീ എന്നെ കൊല്ലൂടാ. നീ കൊല്ലൂടാ. നീ കൊല്ലൂടാ. കൊന്നാ ഞാൻ ചാവൂടാ. രണ്ടുപേരും തമ്മിൽ തല്ലി തടി കിടക്കാൻ നോക്കാതെ റോഡിൽ കിടക്കുന്ന തടിയെടുത്ത് മാറ്റാൻ നോക്ക്. അതൊക്കെ മാറ്റാം. ആദ്യം ഈ തടിയൊന്ന് ഇറക്ക്. ഇവനെന്താ ഭ്രാന്ത് പിടിച്ച? ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. അതെങ്ങനെ? ഇവിടെ ഒരുത്തിനുണ്ടല്ലോ ഒരു കിരി പിരി എല്ലാം കാലിയാക്കാൻ. എന്നതാ അമ്മച്ചി തരേന്നെ? അത് ചൈൽഡ്സിനെ കൊടുക്കാൻ വെച്ചിരുന്ന മിൽക്ക് പൊടി. അതെ, പിള്ളേര് തന്നെ എടുത്തോണ്ട് പോയി തീർത്തു. അവർക്ക് എന്തിനാ മിൽക്ക് പൊടി? ഭൂതത്തിനോ മാടനോ കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് 1-2 പാൽപ്പൊടി എടുത്തോണ്ട് പോകുന്നു. മാടനോ? ഊതൻ മാടൻ? എനിക്കറിയില്ല. ഞാൻ കരുതി വല്യമ്മച്ചൂടി അറിഞ്ഞിട്ടാ കൊണ്ടുപോന്നേന്നു. ഹോ മൈ ഗ്രേഷ്യസേ, എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പന്റെ കൊള്ളരുതായ്മ എല്ലാം ഈ പിള്ളേർക്കും കിട്ടിയിട്ടുണ്ട്. അല്ലാതെ എന്തു പറയാനാ? അറിഞ്ഞ ഒച്ച കേട്ട് വീണ അന്തസായി അല്ലറ ചില്ലറ മോഷണം നടത്തി പോലീസിന്റെ കയ്യിൽ നിന്നും അടിയും ഇടിയും മേടിച്ച് സ്വസ്ഥമായി ജീവിച്ചു പോകുന്നവരായിരുന്നു. അത്യാഗ്രഹം മൂത്ത് കാട്ടി വന്നിട്ട് ഇപ്പൊ എന്തായി? ദേ നടക്കുന്നു. എന്ത് ഉണ്ട? എനിക്ക് ബസ്സൊന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. തമാശ പറയല്ലേ? എന്നാ ഉണ്ടെടുത്ത് നിന്നാ രണ്ടുപേരും ആവശ്യമില്ലാതെ വഴക്കിടണ്ട. നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇനി വളരെ കുറച്ച് ദൂരമുള്ളൂ. ലക്ഷ്യസ്ഥാനത്തെത്താൻ ഇതെന്താ ഓട്ട മത്സരം? അതേടാ, അതെ, ഒരു കണക്കിന് ഇതൊരു ഓട്ട മത്സരം തന്നെ. വിഗ്രഹം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ വരുന്ന ലക്ഷങ്ങൾ. സോറിയടാ, ഞാൻ അറിയാതെ പറഞ്ഞത്. അതെന്താ ഒരു വെളിച്ചം പോയെ? അത് കണ്ടറിയാൻ പാടില്ല. സൂര്യഗ്രഹണോ? ഏത്? അത് സൂര്യഗ്രഹണമെന്ന്. എടാ, അത് ചന്ദ്രഗ്രഹണമാണ്. ഈ പേരവിടെ ചന്ദ്രഗ്രഹണമെന്ന്. പകലാണല്ലോ ചന്ദ്രഗ്രഹണം ഉണ്ടാണ്. എടാ, സൂര്യന്റെ നെല്ല് ചന്ദ്രനെ പതിച്ചപ്പോഴല്ലേ ഭൂമി ഉണ്ടായി? എടാ, ഉൽക്കപ്പൊട്ടുമ്പോഴാണ് സാധാരണ ഗ്രഹണം ഉണ്ടാവുന്നത്. ഞാൻ പഠിച്ചിരിക്കുന്നത് അങ്ങനെയാ. ഉൽക്കപ്പൊട്ടം നീ കണ്ടിട്ടുണ്ടോ? ഞാനും പറയുന്നത് എന്നായി ഉണ്ട പൊട്ടി? അല്ല, ഉൽക്ക പൊട്ടി. ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ വെറുതെ സംസാരിച്ച് കാട് കയറരുത്. അതല്ലേ ഞാനും പറഞ്ഞത്. നമുക്ക് കാട് കയറണ്ട, സിറ്റി പോവാന്ന്. വാ. ശരിക്കും നമ്മൾ കാട്ടി പോകാനല്ലേ? ഒരു കാര്യം പറയട്ടെ, ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പറ. നമുക്ക് കാട്ടി പോണോ സിറ്റി പോണോ? സിറ്റി പോണോ കാട്ടി പോണോ? കാട്ടി പോണോ സിറ്റി പോണോ? സിറ്റി പോണോ കാട്ടി പോണോ? പറ. ചുമ്മാരി. നമുക്ക് കാട്ടിലും പോകണ്ട, സിറ്റിയിലും പോകണ്ട. നമുക്ക് നേരെ വനത്തിലേക്ക് പോവാം. വാ. ഈ വഴിയാണോ? അതിലെ ഒരു വഴി എടുപ്പുണ്ടല്ലോ. അയ്യോ, എന്തൊരു നടപ്പാണെന്താ അമ്മറേ. എന്നെ കൊണ്ട് ഇനി ഒരു അടി നടക്കാൻ വയ്യാട്ടോ. ഇത് ഒരുപോലെ ഇരിക്കുന്നില്ല എല്ലായിടവും. നമ്മൾ ഇതിന് മുമ്പ് ഒരു ദിവസം ഇവിടെ വന്ന പോലെ എനിക്ക് ഓർക്കണം. അതെ, ഈ മാപ്പ് തിരിച്ചു വെക്കുമ്പോ ആലോചിക്കണം. പിന്നെ മാപ്പ് ഒന്ന് തിരിച്ചു വെച്ച് വെച്ചാൽ വലിയ പ്രശ്നമൊന്നും. ഒരു സാധനം എവിടെ? അവിടെ അല്ല, ഇവിടെ. കണ്ടാ, കയ്യിൽ എന്തോ ഷോക്ക് അടിച്ചതുപോലെ. കണ്ടോട്ടെ.
അയ്യോ അത് തന്നെ. എടാ എടാ ഇത് നോക്കിക്കേ, ഇതിൽ വരച്ചിരിക്കുന്ന അതേ വിഗ്രഹം. അത് സായിപ്പ് പറഞ്ഞ വിഗ്രഹം തന്നെ ഇത്. അത് തന്നെ ഇത്. അതേ മൂക്ക്, അതേ ചെവി. അതെ. എന്തായി കാണിക്കുന്നു? സന്തോഷം കൊണ്ടാ. നമുക്കിന്ന് മാടനെ വീട്ടിൽ കൊണ്ടുപോയാലോ? ആ നല്ല രസമായിരിക്കും അല്ലേ? അവന്റെ കൂടെ കളിക്കാം, പാടാം, എല്ലാം ചെയ്യാം അല്ലേ? കത്തി മാറ്റി അങ്ങനെ. നിന്നെ കൊണ്ടൊക്കെ മോട്ടിക്കാനല്ല, വേറെ ഒന്നിനും കൊള്ളില്ലടാ കഴുതകൾ. അയ്യോ അവന്മാര് നമ്മുടെ മാടനെ കൊണ്ടുപോവുകയാണോ? നമുക്ക് അവനെ രക്ഷിക്കാം. ഇതെന്താടാ ഇത്ര കാറ്റ്? പൊടി. അയ്യോ. അവന്മാര് കള്ളന്മാരാ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. നോക്കട്ടെ, പൊക്കാം. ലിജോ, അവനെ വിടരുത്. ഇവരുടെ മാടനെ കൊണ്ടുപോവല്ലേ? ലിജോ, മാടാ മാടാ, നീ എവിടെയാ? ഞങ്ങൾക്ക് നിന്നെ കാണണം. കൂട്ടുകാരെ, ഞാൻ ഇവിടെ ഉണ്ട്. എന്നാ നീ ഞങ്ങളുടെ മുമ്പിലേക്ക് വാ. പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ തന്നെയാ. പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നവരുടെ അടുത്തേക്ക് എനിക്ക് പോയേ പറ്റൂ. കാലങ്ങളായി ഒരു ദുർമന്ത്രവാദി എന്നെ പിടികൂടാൻ എന്റെ പിന്നാലെയുണ്ട്. അയാളുടെ കയ്യിൽ പെടാതെ നോക്കുകയും വേണം. എന്നാ നീ ഞങ്ങളുടെ കൂടെ വാ, അവിടെ നീ സേഫ് ആയിരിക്കും. പക്ഷെ ആരെങ്കിലും നിന്നെ കണ്ടാലോ? അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. എന്നെ സ്നേഹിക്കുന്നവർക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും പിന്നെ ദുഷ്കർമ്മം ചെയ്യുന്ന മന്ത്രവാദികൾക്കും മാത്രമേ എന്നെ കാണാൻ പറ്റൂ. എങ്കിൽ മാടൻ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഇന്നു മുതൽ നമ്മൾ ഒന്നാണ്. മാടാ, ഇതാ ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ വീട്. കൊള്ളാലോ, വലിയ വീടാണല്ലോ. മാടൻ ആരാണെന്ന് പപ്പയും അമ്മയും ചോദിച്ചാ നമ്മൾ എന്നാ പറയും? കാട്ടിൽ നിന്ന് കിട്ടിയ കൂട്ടുകാരനാണെന്ന് പറയാം. ഈ പപ്പയുടെ അടി ഉറപ്പാ. പിന്നെന്ത് പറയും? നിങ്ങളാരും വിഷമിക്കണ്ട, എന്നെ നിങ്ങൾക്ക് മാത്രമല്ലേ കാണാൻ പറ്റൂ. ഓ, ഞങ്ങൾ അതങ്ങ് മറന്നുപോയി. അത് ശരി. ഇതെവിടെ ചുറ്റിക്കറങ്ങിട്ട് വരിക? ഇന്ന് പപ്പയുടെ നല്ല തല്ല് വാങ്ങിത്തരാൻ കേട്ടോ. അതാരാ? അതാണ് ഞങ്ങളുടെ ഗ്രിഗറി അങ്കിൾ. ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരനാ, കുഴി മടിയനാ. കുട്ടി ഇത് ആരോടാ സംസാരിക്കണേ? ഇത് മാടനാ. ഇത് മാടന് പറഞ്ഞൊന്നുമല്ല, ഗ്രിഗറി അങ്കിളിനെ വെറുതെ പറ്റിക്കാൻ പറഞ്ഞതാ. അങ്ങനെ ഈ ഗ്രിഗറി അങ്കിളിനെ ആർക്കും പറ്റിക്കാനൊന്നും പറ്റില്ല. അങ്കിള് ഭയങ്കര ബുദ്ധിമാനാ. പിന്നെ നമ്മുടെ ഈ ഗ്രിഗറി അങ്കിൾ ആണെങ്കിലേ ഭയങ്കര കുഴപ്പക്കാരനാ. ശരിയാ, ഈ അങ്കിളിന് ഒരു പണി കൊടുക്കണം. അത്രേ ഉള്ളോ? അത് ഞാൻ ഏറ്റു. വാ. അതാ ഞങ്ങളുടെ വല്യമ്മച്ചി. ആയിരിക്കുന്നതാ ഞങ്ങളുടെ
മക്കളെത്തിയോ? വാ. ഈ വല്യമ്മച്ചാൾ എങ്ങനെയാ? കുഴപ്പക്കാരിയാണോ? സ്വീറ്റാ, വെരി നൈസ്. ആ മമ്മ ബാക്കി പറഞ്ഞില്ല. 2 വീക്കും കൂടെ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വെഡിങ് ഭയങ്കര സെലിബ്രേഷൻ ആയിരുന്നു. ഓ ഡിയർ എഡ്വേർഡ് മൈ ഡാർലിംഗ്, അന്ന് നിങ്ങൾ എന്റെ കഴുത്തിലിട്ട മാല ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അയ്യോ, ഇതെന്താ ഇത്? അയ്യോ, നീയാണോ? മോനെ, നീയാണോ? അല്ലല്ല. Oh, my dear Edward, it's you. ഇതെന്തൊരു മറിമായം? Oh, it is Edward's മറിമായം. Oh, Edward. ഈ വീട്ടിലായിരിക്കും ആ പിള്ളേരുള്ളത്. ഇവളെ പരിചയപ്പെട്ടാൽ ആ വഴി വീട്ടിൽ കയറി വിഗ്രഹവും അടിച്ചു മാറ്റാം, ഈ പിള്ളേയും അടിച്ചു മാറ്റാം. ഇങ്ങനെ പോയാ അധികം താമസിയാതെ തന്നെ മാടൻ ഇവിടെയുള്ള കാര്യം ഗ്രിഗറിച്ചനറിയും. പിന്നത്തെ പുകിലൊന്നും പറയണ്ടല്ലോ. ഇപ്പോൾ തന്നെ അയാൾക്ക് നല്ല സംശയമുണ്ട്. ഗ്രിഗറിക്കിട്ടൊരു പണി അങ്ങ് കൊടുത്താലോ? പണി കൊടുത്താലോന്നല്ല, പണി കൊടുക്കണം. മാടാ, ഇത് നിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. ഗ്രിഗറിക്കിട്ടൊരു പണി കൊടുക്കുന്നവരെ ഞാൻ ഏറ്റു. അതെന്താ? അതൊക്കെ ഉണ്ട്. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ഏലിക്കുട്ടിയായിട്ടൊരു യുഗ്മഗാനം പാടണമെന്നുള്ളത് എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. കൈ നിറയെ കുപ്പിവള വാങ്ങിച്ചു തരാം, പുതിയ സാരി വാങ്ങിച്ചു തരാം, മണക്കുന്ന സോപ്പ് വാങ്ങിച്ചു തരാം, പുതിയ ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ചു തരാം, പുതിയ ടൂത്ത് ബ്രഷ് വാങ്ങിച്ചു തരാം. അങ്ങനെ എന്ത് വേണം? എന്റെ കഞ്ഞി പാറ്റിയിടാൻ ഞാൻ ഒരുത്തനെ സമ്മതിക്കില്ല മോനെ. ആഗ്രഹമാണ്, പറ്റില്ല. ഞാൻ പറയട്ടെ. ഏലിക്കുട്ടി, ഏലിക്കുട്ടി എന്താ ഇവിടെ? അത് കൊള്ളാം. എന്റെ മുറി കയറി വന്നിട്ട് ഞാൻ എന്താ ഇവിടെ? നീ പുറത്തോട്ട് വാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മര്യാദക്ക് ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ വലിയ വിളിക്കും, പറഞ്ഞേക്കാം. അല്ല ഏലിക്കുട്ടി, ഏലിക്കുട്ടിയുടെ മുറി കണകൊണ്ട് വർത്താനം പറയാതെ കയറി പോ. പോകരി ഞാനിതെങ്ങനെ ഇവിടെ എങ്ങനെയാ പോകാൻ? സൂര്യകിരീടം വീണുടഞ്ഞു. അല്ല, ഇതെന്തു പറ്റി തലയില്? അത് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോ ഒരു പൂച്ച കടിച്ചതാ സാറേ. പൂച്ച കടിച്ചതോ? അതെ, എന്റെ തലമുടി കണ്ടപ്പോ പൂച്ചയ്ക്ക് തോന്നിക്കാണ് എലിയാണെന്ന്. സാറും സൂക്ഷിച്ചോണേ.
മൂക്കി പഞ്ഞുകൂടി വെച്ചിരുന്നെങ്കിൽ ഒരു സെമിത്തേരിയിൽ കിടത്താമായിരുന്നു. കണ്ടോ സാറേ? മോനെ ആ എത്തിയോ? അതെ, സമയത്ത് കല്യാണം കഴിക്കാത്തതിന്റെ കുഴപ്പാ. അയ്യോ അല്ല വല്യമ്മച്ചി, എനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ നടന്നപ്പോ തലയിൽ കൂടി ഒരു തേങ്ങ വീണു. അയ്യോ, ഉറക്കത്തിൽ നടക്ക മാത്രല്ല വല്ല വേഷം കെട്ടും കാണിച്ചാണോ? വേഷം കെട്ടാൻ പണ്ടേ ഗിരിഗിരി ഒരു മിടുക്കനാണല്ലോ. വേഷം കെട്ടി നടക്കുന്ന ആരാണെന്ന് എനിക്ക് അറിയാം. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എന്താ ഗിരിഗിരി ഒരു പിരിപിരി? ഗോ 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 ഔട്ട് 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 കിച്ചൻ കിച്ചൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ തലയ്ക്കാൻ നടക്കുന്ന ഒരു ദുർമന്ത്രവാദിയെ കുറിച്ച്. അയാളുടെ പൂജയുടെ ലക്ഷണങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയിക്കോ, അല്ലെങ്കിൽ അയാൾ നിങ്ങളെ ഉപദ്രവിക്കും. പോയിക്കോ. ആടിനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ പോയില്ല. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. എവിടെ പോയാലും അയാൾ എന്നെ തേടി വരും. അതുകൊണ്ട് എനിക്കിപ്പോ വരാൻ കഴിയില്ല. നിങ്ങൾ പോയിക്കോ, നിങ്ങൾ പോയിക്കോ. ഇനി നിനക്ക് രക്ഷയില്ല. ഇന്നു മുതൽ നീ എന്റെ അടിമ. ഈ ലോകത്തിന്റെ അധിപൻ ഞാൻ. ഈ കാരണവന്മാര് പറഞ്ഞ നേര് തന്നെ. 3 പേരും കൂടെ ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ ഒരു തേങ്ങ കിട്ടിയാല. ഇപ്പൊ അത് മനസ്സിലായി. എന്നാ പിന്നെ നമുക്ക് മൂന്നായിട്ട് പിരിയാം. അത് പറ്റില്ല. അതെന്ത്? ഒരുമിച്ച് നടന്നിട്ടുണ്ട് എനിക്ക് എന്റെ പേടി മാറിയിട്ടില്ല. ഇനി ഞാൻ ഒറ്റക്കെങ്ങാനും പോയി വെല്ലവും കണ്ട് പേടിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ വല്ലതിന് കൊള്ളാമോ? എടാ, ചത്താലും വേണ്ടില്ല. ആ കുരുത്തങ്കട്ടന്മാരുടെ വീട് ഇതിനടുത്ത് എവിടെയോ. അത് നമുക്ക് ഉടനെ കണ്ടുപിടിച്ചാൽ പറ്റും. 2 ദിവസം പകൽ സമയം നമ്മൾ പല ദിക്കിലേക്കേ പോകുന്നു. രാത്രിയാകുമ്പോൾ നമ്മൾ തിരിച്ചു വിടും. നമ്മൾ ഒറ്റയ്ക്കാ? ആ, ഒറ്റയ്ക്ക് തന്നെ. എടാ, നമ്മൾ 3 പേരും 4 പിരിയണം. ഓക്കെ? ഞാനോക്കെ. എന്നാ പിന്നെ ഞാനും ഓക്കെ. വിധി ഉണ്ടെങ്കിൽ രാത്രി കാണാം. ഓക്കേ. നീ ഇവിടെ വന്നിട്ടുള്ള ആളല്ലേ? നീ തന്നെ പറ, എങ്ങനെ അകത്ത് പോകാമെന്ന്. ഇതിനപ്പുറത്തൊരു ചെറിയ വാതിലുണ്ട്. അത് എലിക്കുട്ടി അടയ്ക്കാറില്ല. എനിക്ക് വേണ്ടി എപ്പോഴും തുറന്നിട്ടേക്കും. നമുക്ക് അതിലൂടെ അങ്ങോട്ട് പോകല. ഞാനല്ലേ വിളിക്കുന്നു. എനിക്കിവിടെ പരിചയമുള്ളതല്ലേ. നീ വന്ന് പേടിക്കണം. ഇതിലൂടെ കള്ളന്മാരെന്ന് പറയാൻ നാണമില്ലോ നിനക്കൊക്കെ? കഴുതാ, നടക്കണങ്ങോട്ട്. അതെ, ഇവൻ നേരത്തെ ഇവിടെ ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമുക്കത് ഉപകാരമായി. അതെ, നിങ്ങൾ അതിലേ പോയിക്കോ, ഞാനിതിലെ വരാം. ഏലിക്കുട്ടി ഇവിടെയാ. അവസാനം അവിടെ കിടന്ന് ഉറങ്ങിക്കളയരുത്. ഉറങ്ങാനാണല്ലോ അവിടെ പോകുന്നത്. നിങ്ങൾ ചെന്നേ. ആ ശരി, നീ അങ്ങോട്ട് പോ. ഹായ്. പോ അവിടുന്ന്.
മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല. അമറേ, നമുക്കിന്ന് ഇവിടെ കിടന്നുറങ്ങി വെച്ച് നേരം വെളുക്കുമ്പോ മുട്ടിച്ചാലോ? ആ അത് നല്ല. ഞാൻ കിടന്നു, നീ നേരെ കിടന്നുറങ്ങിക്കോ. അന്തസ്സായി പെരക്കത്ത് ജോലി ചെയ്യണം. എന്നാ പിന്നെ പണി തുടങ്ങിയേക്കാം. നീ ഇത് എന്ത് ചെയ്യാ? അല്ല, ഇതിനകത്തെങ്ങാനും വിഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കടിച്ചോണ്ട് പോകാമല്ലോ. എടാ ലൈറ്റിനകത്താണോടാ ലൈറ്റ് അടിക്കുന്ന കഴുതേ? ലൈറ്റായിരുന്നു. ഞാൻ വിചാരിച്ചു ബൾബ് തെളിഞ്ഞ് കിടക്കുന്നതെന്ന്. ഉള്ള വട്ടം കൂടെ പോയി. ഇരുട്ടത്ത് ഇത് എവിടെ പോയി നോക്കാം. അങ്ങോട്ട് നടക്കാം. ആരുമില്ലല്ലോ. എന്തോ കുഴപ്പമുണ്ട്. ഒന്നേ എനിക്ക്, അല്ലെങ്കിൽ ഈ വീടിന്. ഇനി ഇവിടെ കിടന്നാൽ ശരിയാവില്ല. വിഗ്രഹം ഈ മുറി തന്നെ കാണും. തന്നെ കാണും. ഒന്ന് പോടാ. ആദ്യം അത് എവിടെയാണെന്ന് കണ്ടെത്തണം. എന്നിട്ട് ഈ കുരുത്തങ്ങിട്ട പിള്ളേർ അറിയാതെ വേണം അത് കടത്തിക്കൊണ്ട് പോകാൻ. നടുക്ക് കിടക്കുന്ന തെറിച്ചിറക്കല്ലേ, അവൻ കടിച്ച കടിയുടെ വേദന ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. എടാ, 1-2 കടി കിട്ടിയാലും കാര്യമാക്കണ്ട. ദിവ്യശക്തിയുള്ള വിഗ്രഹമാണെന്നാ പറയുന്നേ. കോടികളാ കിട്ടുന്ന കോടികൾ. അങ്ങനെയാണെങ്കിൽ ആ സായി പറയാതെ അതങ്ങ് മറിച്ചു വെച്ച് കഴിഞ്ഞാൽ കോടികൾ നമ്മുടെ ഇരിക്കല്ലേ? ഇരിക്കും. സായി പറഞ്ഞ കോടികളല്ല, അയാൾ നമ്മളെ കോടി കൊണ്ടുകൊണ്ട് പതിപ്പിക്കും. എന്ത് സംഭവിച്ചാലും ഇന്ന് രാത്രി നമുക്ക് ആ വിഗ്രഹം അടിച്ചു മാറ്റണം കേട്ടോ. അടിച്ചു മാറ്റാം. ഞാനടിച്ചോ? അതാ എനിക്ക് മനസ്സിലാകത്തത്. ഏലിക്കുട്ടിയുടെ മുറിയിലേക്ക് പോവാം. എലിക്കുട്ടി, ഈ രാത്രി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ നിന്നെ കണ്ടുമുട്ടുമായിരുന്നു? എങ്ങനെ ഈ പൂമടിയിലൊന്നും തലചായ്ച്ച് കിടക്കുമായിരുന്നു? ആ, എല്ലാം രാത്രി ഭഗവാന്റെ കടാക്ഷം. താങ്ക് യു ഭഗവാൻ. എലിക്കുട്ടി, എലി എലി എന്തിനാണ് എലി എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? നീ പേടിക്കണ്ട, നീ കഥ കൊടുത്തു. ഞാൻ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടോളൂ. നീ കഥ കൊടുത്തു. എന്താ ഉറങ്ങാനും സമ്മതിക്കില്ല? എന്നതാ കാര്യം? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. മനസ്സ് മുഴുവൻ ഏലിക്കുട്ടിയാ. ഗ്രിഗറി ചെല്ല്. ഇവിടെ ഒരു ശബ്ദം കേട്ടല്ലോ. ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? ഇങ്ങോട്ട് ആരും വന്നില്ല. ഇയാള് പോയി കിടന്ന് ഉറങ്ങിക്കേ. ഞാൻ പോണോ? നമുക്കൊരു യുഗ്മഗാനം പാടി നേരം വെളുപ്പിച്ചാലോ? വേണ്ട, ഇറങ്ങോട്ട്. അല്ല, എന്റെ സ്വപ്നങ്ങളെല്ലാം നീ തകർത്ത് കളഞ്ഞു. ഗ്രിഗറി ചേട്ടാ, അവസാനം നിന്റെ മനസ്സ് മാറി.
ഇല്ലേ എലിക്കുട്ടി? എലിക്കുട്ടി കഥവ് തുറക്കൂ. ഇനി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ. ഗ്രിഗറി ചേട്ടനെ ശല്യപ്പെടുത്താൻ ഇനി ആരും വരില്ല. ഓക്കേ? എവിടെയോ കിടക്കുന്ന വിഗ്രഹത്തിന് വേണ്ടി നമ്മൾ തമ്മിൽ ചാകില്ലടാ. അമരെ, ഞാൻ പറയുന്നത് നീ അവനെ തല്ലരുത്. നാണമില്ലടാ നിനക്ക് അവനെ തല്ലാൻ. ഞങ്ങൾ തമ്മിൽ തല്ലുന്നിടത്ത് നിനക്കെന്താ കാര്യം? തല്ലലടാ. എവിടെയാടാ അക്ബർ? എവിടെ? നീ എന്താണ് ഇവിടെ കിടന്നുറങ്ങുന്നത്? ഞാൻ ഉറങ്ങുമല്ല, ഇവിടെ കിടന്ന് കറങ്ങുവാടാ. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലി കണ്ടിട്ട് പിടിച്ചു മാറ്റാൻ വന്ന എന്നെ തല്ലി താഴെ ഇട്ടിട്ട് ഇപ്പൊ ഞാൻ ഉറങ്ങുവാണോ? ഞങ്ങൾ തമ്മിൽ തല്ലിയെന്നോ? ഞങ്ങൾ നിന്നെ തല്ലിയെന്നോ? ഓർമ്മയില്ല? ഓർമ്മയില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ടെന്ന്. കുഴപ്പോ? എന്തുകൊണ്ട്? നിർത്ത്. കുഴപ്പം നമുക്കല്ല, കുഴപ്പം ഈ വീടിന്. ഈ വീട്ടിൽ വന്ന് കയറിപ്പം പോലെ എന്തോ പ്രശ്നമുണ്ട്. എടാ, നമുക്ക് വിഗ്രഹവും വേണ്ട, കോടികളും വേണ്ട. ജീവൻ തിരിച്ചു കിട്ടിയത് നമ്മുടെ ഭാഗ്യം. എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് വിടാം. വാടാ പോവാ. അല്ല, ഈ കുഴപ്പം പിടിച്ച സ്ഥലമാണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലല്ലോ. സാറിന്റെ ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും അനുഭവം സംഭവിച്ചിട്ടുണ്ടോന്നാ? സാറിനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. സ്വന്തം അനുജന്റെ സ്ഥാനത്ത് നിന്ന് സ്വന്തം ചേട്ടനോട് പറയുന്നു എന്ന് കരുതിയാ മതി. ദിവസങ്ങളോളം പട്ടിണി കിടക്കുകയോ, പൊട്ടിയ ചെരുപ്പിട്ട് നടക്കുകയോ, രണ്ടാനമ്മയുടെ താലിമാല പൊട്ടിച്ചുകൊണ്ട് നാട് വിടുകയോ, അങ്ങനെ എന്തെങ്കിലും അനുഭവം സാറിന്റെ ജീവിതത്തിൽ? എനിക്ക് രണ്ടാനമ്മയില്ല, ഒറ്റ അമ്മ മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തെങ്കിലും അനുഭവം സാറിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോന്നാ? സാറ് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു സംവിധായകനെ മാറണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. അതിന് സാറ് സ്വന്തമായി കഥ എഴുതണം. ശക്തമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വേണം സാർ കഥ എഴുതാൻ. നമ്മുടെ സമൂഹത്തിൽ നിന്നും നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സമൂഹത്തിലേക്ക് തുറന്നു പിടിച്ച കണ്ണാടിയായിരിക്കണം സാറിന്റെ മനസ്സും ശരീരവും. അതിനുവേണ്ടി ഈ ലേഡി കോൺസ്റ്റബിൾ ഗീത, ഈ ഹെഡ് കോൺസ്റ്റബിൾ നാരായണ സാറും എന്തിനും ഏതിനും എപ്പോഴും സാറിന്റെ കൂടെ ഉണ്ടാകും. ഉണ്ടോ സാർ? എന്റെ ഒരു സ്നേഹം. പോലീസുകാരെ പേടിയില്ല. പേടിയില്ല സാർ. ഒന്ന് പേടിപ്പിച്ചേക്കാം സാർ. പേടിപ്പിക്കും സാർ. കുട്ടികളെ നിന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്? ഒരു ഉത്തരവാദിത്വമില്ലാത്ത കഴുത വന്ന് നിൽക്കുന്നുണ്ടല്ലേ? സാറേ, റെസ്റ്റോറന്റിൽ പെറോട്ടയും മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും ഫ്രൂട്ട് സാലഡും കഴിക്കുന്നവരെ കുട്ടികൾ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എഴുന്നേറ്റ് കൈ കഴുകിയിട്ട് തിരിച്ചു വന്ന് നോക്കിയപ്പോ അവരെ കാണാനില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് തന്നെ വന്ന് കാണുമെന്ന്. എത്തി സാറേ, നന്നായിട്ട് ഫയർ ചെയ്തിരിക്കണേ. എവിടെയായിരുന്നു? ഗ്രഗരിയുടെ കൂടെ റെസ്റ്റോറന്റിൽ പോണെന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറന്റിൽ പോയി, എന്നിട്ട് ഞങ്ങൾ ഫോറസ്റ്റിലേക്ക് പോയി. ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലമില്ല സാറേ. ഇവരുടെ ചുറ്റിക്കളി ഇത്തിരി കൂടുന്നുണ്ട്. ഇത് ഇപ്പോഴേ നിർത്തിയില്ലെങ്കിൽ ഭാവിയിൽ ദുഃഖിക്കേണ്ടി വരും. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. പോ. അടി കൊടുക്കണം സാറേ. ഈ ഗ്രിഗറി വീണ്ടും നമുക്ക് തലവേദന ഉണ്ടാക്കുന്ന തോന്നണേ. ഒരു പണി കൊടുത്തിട്ട് അയാൾക്ക് ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല. കൊടുക്കുമ്പോ മർമ്മം നോക്കി കൊടുക്കണം. അതോടെ അയാളെ വീട്ടിൽ നിന്ന് പുറത്താവുകയും വേണം. അതിന് പറ്റിയ വല്ല ടെക്നിക്ക് നിന്റെ ഉണ്ടോടാ മാടാ? ടെക്നിക്കൊക്കെ ഉണ്ട്, പക്ഷെ ഗ്രിഗറി പുറത്തായ ഞാൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ സാധിച്ചു തരണം. എന്തു കാര്യം? വല്യമ്മച്ചി രാത്രി കഴിക്കുന്ന ഒരു സാധനല്ലേ, ആട്ടവും പാട്ടവും ഡാൻസും ഒക്കെ കളിക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന സാധനം. മറ്റേത് അത് തന്നെ. അത് കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് കൊതിയാവുന്നു. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ മാഡം. അപ്പൊ ഇന്നത്തെ രാത്രി ഗിരിഗിരിക്ക് മറക്കാൻ പറ്റാത്തൊരു രാത്രിയാക്കി മാറ്റണം. നല്ല ഉറക്ക, ഇതാ പറ്റിയ സമയം. ശരി, നിങ്ങൾ പോയിക്കോ, ഇത് ഞാനേറ്റു. പോയിക്കോ.
My darling, my sweetheart, my love, your Edward is here. എടാ എന്ത് വൃത്തികേടാ നീ കാണിക്കുന്നേ? What happened? Why are you talking like this? I'm your husband. I have been longing to see you. You look the same. Very pretty, very beautiful. വൃത്തികെട്ടവനെ, ഇതായിരുന്നു നിന്റെ മനസ്സിലിരിപ്പ്. അയ്യോ വല്യമ്മച്ചി, ഞാൻ എങ്ങനെ അമ്മച്ചിയുടെ ബെഡ്റൂമിലെത്തി? ആഹാ, പാല് കൊടുത്ത കൈക്ക് തന്നെ നീ കൊത്തിയല്ലോടാ മഹാഭാവി ദുഷ്ട. അയ്യോ അമ്മച്ചി, ആരോ എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചതാ. ആഹാ, അപ്പോ നിന്റെ കൂടെ വേറെയും ആൾക്കാരുണ്ടോ? ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി? Rose, why are you behaving like this, darling? Rose, you're like boneless chili chicken. You're like sweet corn chicken soup. Every night in my dreams, I see you, I feel you. അമ്മച്ചി, സത്യമായിട്ട് ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുക. എനിക്ക് ഇവിടത്തെ ജോലി വേണ്ട. Oh my gracious! What happened? Oh my God! മാടാ, ഞങ്ങള് തിരിച്ചു പോകുമ്പോ നീയും ഞങ്ങളുടെ കൂടെ വരുമോ? എനിക്കങ്ങനെ നിങ്ങളുടെ കൂടെ വരാൻ കഴിയില്ല. എന്റെ വരവും കാത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുന്നവരുടെ അടുത്തേക്കും എനിക്ക് പോയേ പറ്റൂ. അതിനു മുമ്പ് ആ ദുർമന്ത്രവാദിയുടെ പിടിയിലാവാൻ നോക്കുകയും വേണം. എന്നെ കാണണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. പിന്നെ വാക്ക് മാറല്ലേ? ആരോടാ ഇത്ര ഉറപ്പ് കൊടുക്കുന്നേ? ചിൽഡ്രൻ, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ആകപ്പാടൊരു ഒളിച്ചുകളി. കുഞ്ഞുമോളെ, എന്താണ് ഈ ഗ്രാൻഡ്മയോട് പറയാൻ പറ്റാത്തൊരു ഒളിച്ചുകളി? എടാ ലിജോ, നീ എങ്ങനെ പറ വല്യമ്മച്ചിയോട്. വല്യമ്മച്ചി ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ പിടിച്ചു തിന്നുന്ന ഭൂതത്തെ പറ്റി? കുട്ടിഭൂതം, മാടൻ. പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ? അതുപോലെ ഒരു ഭൂതം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ അതിനെ മാടൻ എന്നാ വിളിക്കുന്നേ. നിങ്ങൾ എന്തോന്നാ ഇത് പറയുന്നേ? മാടാ, നീ വല്യമ്മച്ചിയുടെ മുമ്പ് വന്നാലേ വല്യമ്മച്ചിക്ക് വിശ്വാസമാവൂ. പേടിക്കണ്ട, വല്യമ്മച്ചി ഇതാരോടും പറയില്ല. പാവം വല്യമ്മച്ചിയാ. ഇവൻ ഇതാരോടാ ഈ സംസാരിക്കുന്നത്? ഇവർ ഈ പറഞ്ഞ മാടൻ ഞാൻ തന്നെ വല്യമ്മച്ചി. എന്റെ അന്തോടിച്ചപ്പൊടിയാളാ. ഞാനിത് എന്താ കാണുന്നത്? ഇവരെനിക്ക് കൂട്ടുകാർ മാത്രമല്ല, എന്റെ ആത്മാവ് കൂടിയാണ്. കാലങ്ങളോളം എല്ലാ ശക്തിയും ക്ഷയിച്ച് ഭൂമിക്കടിയിലകപ്പെട്ട എന്നെ പുറത്തു കൊണ്ടുവന്നത് ഇവരാണ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന വല്യമ്മച്ചിയെ കുറിച്ച് ഇവർ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ മുതൽ ഞാനും ഒന്ന് ആഗ്രഹിച്ചതാ വല്യമ്മച്ചിയുടെ മുമ്പിൽ വരണമെന്ന്. ഇതൊക്കെ സത്യമാണ് എന്റെ കർത്താവേ. എല്ലാം സത്യമാണ് വല്യമ്മച്ചി. ഇവരൊക്കെ കാണുന്ന പോലെ വല്യമ്മച്ചിക്ക് എന്നെ കൊച്ചുമോനായിട്ട് കണ്ടുകൂടെ? എന്റെ മോനെ, അയ്യോ.
1000 തവണ ഞാൻ പറഞ്ഞതാ കുട്ടികളുമായിട്ടുള്ള ചുറ്റുകളി വേണ്ട വേണ്ടെന്ന്. അപ്പോഴൊക്കെ അമ്മ എന്താ പറഞ്ഞേ? കുട്ടികളല്ലേ, ഇപ്പോഴല്ലേ അവർക്ക് സ്നേഹം കൊടുക്കേണ്ടതൊക്കെ. കൊടുത്തു ഒരുത്തരെ കൊണ്ട് കളഞ്ഞപ്പോ അമ്മയ്ക്ക് സമാധാനായില്ലേ? വേണ്ട മമ്മ ഒന്നും പറയണ്ട. ആവശ്യത്തിന് കൂടുതൽ സ്നേഹം കൊടുത്തിട്ട് തന്നെയാ ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. എന്നിട്ട് എന്തെങ്കിലും ഒരു കുഴപ്പം ഇതുവരെ എന്റെ മക്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? പ്രായമായാൽ ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. കാണാൻ വേണ്ടി മാത്രമാണ്. അതിനി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ട. എന്തിനാ ഇങ്ങനെ ഒരു മമ്മയെ കാണാൻ വരുന്നേ? മറ്റുള്ളവരെ കൂടി കൊല്ലാനോ? എന്റെ ലിജോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ മകനെ മമ്മ എന്നേക്കുമേ മറന്നേക്കണം. വാടി ഇങ്ങോട്ട് വാടി. നിന്റെ ഒരു വല്യമ്മച്ചി. വല്യമ്മച്ചി മൊത്തത്തിലൊരു ദുരൂഹത തോന്നുന്നു. അതെ അതെ, കഥയിൽ ഒരു ട്വിസ്റ്റ് കിട്ടാൻ എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട്. സാർ, ഞാനാണ് ജീവൻ. ഞാനാണ് സാറിനെ ഫോൺ ചെയ്തത്. വരൂ സാർ. ജീവൻ ഇവിടെ വന്നതിന് ശേഷം ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്? എനിക്ക് അങ്ങനെ പ്രോബ്ലം ഉണ്ടായിട്ടില്ല സാർ. മോനെ, എനിക്ക് മോനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറയൂ അമ്മച്ചി. പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ വിശ്വസിച്ചേ പറ്റൂ. ഇറ്റ്സ് അൺബിലീവബിൾ. കേൾക്കുന്ന ആർക്കും അങ്ങനെയേ തോന്നൂ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വല്യമ്മച്ചി പറഞ്ഞത് മുഴുവനും സത്യ പപ്പ. ഈ മാടൻ ഇപ്പൊ എവിടെ ഉണ്ടാവും? കാട്ടിലുണ്ടാവും. ഇപ്പൊ അവൻ ഞങ്ങളെ കാണാതെ വിഷമിക്കായിരിക്കും. ഈ മാടനെ എനിക്കൊന്ന് കാണാൻ പറ്റും? പറ്റില്ല. വല്യമ്മച്ചിക്ക് ഞങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. എന്നാ നിങ്ങൾ പോയി കണ്ടാ മതി. പറഞ്ഞു കേട്ടിടത്തോളം ലിജോയുടെ മിസ്സിങ്ങിന് പിന്നിലും ആ മന്ത്രവാദി ആകാനാണ് സാധ്യത. അയാളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ മാടന്റെ സഹായം കൂടിയേ തീരൂ. ഡോൺ വറി ജീവൻ, എത്രയും വേഗം നിങ്ങളുടെ മകനെ ഞാൻ വീണ്ടെടുത്ത് തരും. താങ്ക് യു സാർ. എന്തായി സാർ? ഒരു സ്ട്രേഞ്ച്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാട്, മാടൻ. മാടനോ? അതെന്ത് സാധനം? അതൊക്കെ ഉണ്ട്, വഴിയെ പറഞ്ഞുതരാം. കഥയിലെ ട്വിസ്റ്റുകൾ കുറെ കൂടെ ഹെവി ആവുകയാണ്. സസ്പെൻസും ത്രില്ലറും ചേർന്നുള്ള ഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ബി കെയർഫുൾ. കം ഓൺ. നിനക്കുള്ള ശിക്ഷയാണ് ഇവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടനെ നീ എന്റെ മുന്നിൽ എത്തിയില്ലെങ്കിൽ കൊന്നുകളയും ഇവനെ ഞാൻ. അതായിരിക്കും നിനക്കുള്ള ശിക്ഷ. വരുന്നു. വേണ്ട, നമുക്ക് ഇവിടെ നിൽക്കാം. എസ് ഐ സാർ അങ്ങനെയാ പറഞ്ഞത്. അവര് പോയി സംസാരിച്ചിട്ട് വരട്ടെ. എവിടെ ഈ മാടനും കോടനും ഒക്കെ? ഈ പിള്ളേരുടെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച നിന്നെ വേണം പറയാൻ. എന്റെ മോനെ തിരിച്ചിട്ട് മാടന്റെ അടുത്തല്ല, ഏത് പാതാളത്തിൽ പോകാനും ഞാൻ തയ്യാറാണ്. എന്നിട്ട് എവിടെ മാടൻ? പപ്പ, അവിടെ ഒരു ആൽമരമുണ്ട്. അവൻ അവിടെ ഉണ്ടാവും. എന്നാ അങ്ങോട്ട് നടക്ക്. വാ. മാടാ, നമ്മുടെ ലിജോ അവനിപ്പോ ആ മന്ത്രവാദിയുടെ പിടിയിലാ. എന്നാലും അവനൊരാപത്തും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം.
അയാൾക്ക് ആവശ്യം എന്നെയാണ്. പക്ഷേ ഇന്നൊരു ദിവസം കൂടി എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ അയാളുടെ ശക്തി ക്ഷയിക്കും. ലിജോയെ രക്ഷപ്പെടുത്തുന്നതോടൊപ്പം അയാളുടെ ഹോമം മുടക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഞാൻ എന്നേക്കുമായി അയാളുടെ അടിമയായേക്കാം. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ലിജോ എവിടെയുണ്ടെന്ന് മാടൻ അറിയാം. ആ മന്ത്രവാദിയുടെ കയ്യിലാ. അയ്യോ, ഇവന്മാര് കരുതി കുട്ടികളെ പുറപ്പാടാ. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ പണി കിട്ടും. നിങ്ങൾ അവന്മാർ കൈകാര്യം ചെയ്തേരെ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു പണി പോയി ഒപ്പിച്ചോളാം. പൊയ്ക്കോ. വേഗം കഴിഞ്ഞിട്ട് വാ. കീഴടങ്ങുന്നതാ നിനക്ക് നല്ലത്.
അല്ലെങ്കിൽ നിനക്കുള്ള ശിക്ഷ അതിഭയങ്കരമായിരിക്കും. എന്നെ കബളിപ്പിക്കാൻ പറ്റില്ല നിനക്ക്. ഇവിടെ വരാൻ നിന്റെ മായാജാല പ്രകടനങ്ങൾ എന്നോട് വേണ്ട. നിക്കണവിടെ. രക്ഷപ്പെടാൻ പറ്റില്ല നിനക്ക്. നിക്ക്. വാടാ, ഇപ്പൊ നീ എന്റെ കൈക്കുള്ളിലാ. ഇത്രയും നാളും ഒരുപാട് അവസരങ്ങൾ തന്നു, അപ്പോഴെല്ലാം നീ എന്നെ വഞ്ചിച്ചു. ഇനി നിനക്ക് രക്ഷയില്ല. നീ കണ്ടോ? താങ്ക് യു സാർ. ഈ ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല. ഇറ്റ്സ് ഓൾ റൈറ്റ്. ബിജു, നന്ദിയുണ്ട്. വാ മോനെ. സാറേ, ഇപ്പൊ വേണ്ടത്ര അനുഭവങ്ങൾ കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ ഇനി എന്നാ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? ഷൂട്ടിംഗ് തുടങ്ങുന്നില്ല. ഈ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാനൊരു സിനിമാ സംവിധായകൻ ആകേണ്ടവനല്ലെന്ന് മനസ്സിലായി. ഈ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് നമ്മുടെ നാടിനെ സേവിക്കുന്ന, തിന്മയെ എതിർക്കുന്ന ഒരു ഉത്തമ ഇടിവെട്ട് പോലീസ് ഓഫീസറാകാൻ ഞാൻ തീരുമാനിച്ചു. ഇന്നു മുതൽ ഞാനൊരു പുതിയ പോലീസുകാരനാണ്. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ സാറേ. ഈ അനുഭവങ്ങൾ ജീവിതത്തിലൊരു സ്വരുക്കൂട്ടായി. വിഷമിക്കണ്ട, അവൻ ഇനിയും വരില്ലേ?
വല്യമ്മച്ചി ഇത് ഞാനാ മാടൻ. വിഷമിക്കണ്ട കേട്ടോ, ഞാനില്ലേ വല്യമ്മച്ചിക്ക് കൂട്ടിനെ. Ah!